അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഒന്നുമില്ല, ഞാൻ എന്തൊക്കെയോ ഓർക്കുമായിരുന്നു. ഈയിടെ അമ്മ ഒരുപാട് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ചായ കുടിച്ചാട്ടെ. കണ്ണൻ ഒരിക്കലും ജയദേവനെ പോലെ ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അവനാൽ ഒരു പെൺകുട്ടിയും കരയരുത്, വേദനിക്കരുത്. നേരെ സന്ധ്യയായി. കല്യാണിക്കുട്ടിയമ്മ നാമം ജപിക്കുന്നു. പാത്തു അച്ചമ്മയുടെ കൂടെ കണ്ണടച്ചിരിക്കുന്നുണ്ട്. കണ്ണനെയും വിളിച്ച് ഞാൻ അടുക്കളയിലേക്ക് പോയി. അവൻ ചപ്പാത്തി പരത്തി. ഞാനത് ചുട്ടെടുത്തു. ഈ തറവാട്ടിലെ ആണുങ്ങൾ അടുക്കളയിൽ പണിയെടുക്കാറില്ല. കല്യാണിക്കുട്ടിയമ്മ നാമം ജപിക്കുന്നതിനൊപ്പം പുതിയ വരികൾ കൂട്ടിച്ചേർത്തു. ഞാൻ ചെയ്തോളാം, മാറട ചക്ക. അവർ കണ്ണനെ പിറകോട്ട് വലിച്ചു. അവനൊരു ചപ്പാത്തി എടുത്ത് അച്ചമ്മയുടെ വായിൽ തിരുകി. ഞാൻ അടുക്കളയിൽ കയറും, അമ്മയെ സഹായിക്കും. അവൻ ചപ്പാത്തി പരത്തുന്നത് തുടർന്നു. അമ്മ കറിയുണ്ടാക്കി. അടുക്കള വൃത്തിയാക്കാൻ കൂടെ കൂടി. കണ്ണന് കൂടെ നിന്നു. കണ്ണനും പാത്തുവും ഞായറാഴ്ചകളിൽ അടുക്കളയിൽ സഹായിക്കാറുണ്ട്. അവർ എല്ലാ ജോലിയും ചെയ്യും. ജയദേവൻ വളരെ വൈകിയാണ് വന്നത്. പൂർവാധികം മദ്യപിച്ചിരുന്നു. അത്താഴം കഴിക്കുമ്പോൾ നോക്കിയിരിക്കാൻ കല്യാണിക്കുട്ടിയമ്മ നിന്നില്ല. രാത്രി എന്നെ നോക്കി വിരൂപമായി പല്ലൊളിച്ചു. ജയദേവനെ ഞാൻ ജനാലയിലൂടെ നോക്കി. അയാൾക്കൊരു ഡ്രാക്കുളയുടെ രൂപമുണ്ട്. നീ ഇനി ഹാളിൽ കിടന്നാൽ മതി, കല്യാണിക്കുട്ടിയമ്മ ആജ്ഞാപിച്ചു. അവർ മുഖം കുറിത്തൊരു വാക്ക് ഇന്നോളം പറഞ്ഞിട്ടില്ല. മോനെ എന്നല്ലാതെ വിളിച്ചിട്ടില്ല. മകൻ്റെ മഹത്വത്തെക്കുറിച്ച് മാത്രം നാട്ടിലും വീട്ടിലും പാടി നടന്ന അമ്മയ്ക്ക് മുന്നിൽ ജയദേവൻ്റെ കിരീടം എന്നേക്കുമായി താഴെ വീണു. അയാളുടെ തല കുനിഞ്ഞു. പാവപ്പെട്ട ഒരു പെണ്ണിന് ജീവിതം ദാനം നൽകിയ മനുഷ്യൻ. പ്രശംസ കൊണ്ട് മാത്രം ആകാശത്തോളം ഉയർന്ന മനുഷ്യൻ. അയാളുടെ മുഖം ഇരുളുന്നത്, മറുത്തൊന്നും പറയാനാവാതെ പരുങ്ങുന്നത്. ഞാൻ ആദ്യമായി ജയദേവനെ സഹതാപത്തോടെ നോക്കി. അയാൾ ദേഷ്യത്തിൽ വന്നു ബെഡ്ഷീറ്റും തലയണയും എടുത്തു പോയി. ഈ രാത്രിയെ ആർപ്പ് വിളിച്ചെനിക്ക് ആഘോഷിക്കണമെന്നുണ്ട്. ജയദേവൻ്റെ മണമില്ലാത്ത ആദ്യത്തെ രാത്രി അത്രമേൽ വിശിഷ്ടമായ ഒന്നാണ്. ആ നിമിഷങ്ങളെ ഉറക്കിക്കളയണമോ? ഉറങ്ങി സ്വപ്നം കാണണമോ? ഉണർന്നിരുന്ന് സ്വപ്നം കാണണമോ? ഉറങ്ങിപ്പോയാൽ ജയദേവനില്ലാത്ത മുറിയാണെന്ന സത്യം മറന്നുപോയാലോ? ആദ്യമായാണ് ഇരുണ്ട അറയിൽ പ്രകാശം പരക്കുന്നത്. കിടക്കയിലെ എല്ലാ ഭാഗത്തും എൻ്റെ വേദനയുടെ പാടുകളുണ്ട്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിനോട് തലയിൽ വന്നൊന്ന് വീഴാമോ എന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. അയാൾ എന്തിനാണ് എനിക്ക് ചുവപ്പ് നിഷേധിച്ചത്? വേശ്യയ്ക്കും എനിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വേശ്യ അത്രയ്ക്ക് മോശമായ പദമാണോ? ഏതെങ്കിലും ഒരു അതിഥി അവളെ തീർച്ചയായും സന്തോഷിപ്പിച്ചിരിക്കും. ഭോഗിക്കുന്നതിന് മുമ്പ് ഒരാളെങ്കിലും അവളുടെ കഥ കേട്ടിരുന്നിട്ടുണ്ടാവും. അഭ്യാസങ്ങൾ കഴിഞ്ഞ കിതപ്പോടെ അവളുടെ നെറ്റിയിൽ ഒരാളെങ്കിലും ഉമ്മ വച്ചിരിക്കും. ആരേലും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി വെള്ളം കുടിപ്പിച്ചിരിക്കും. ഒരാൾക്ക് മാത്രമായി എഴുതപ്പെട്ട അടിമയായ വേശ്യ, സൗജന്യമായ വേശ്യ. അതാണ് ഞാൻ. ആർത്തവ ദിവസങ്ങളിൽ മാത്രമാണ് ജയദേവന് മലയുടെ രൂപം ഇല്ലാതിരിക്കുക. അന്നും മൂത്രമണം വമിക്കുന്ന അയാളെ നിർബന്ധപൂർവ്വം എനിക്ക് അറിയേണ്ടി വരും. മനം പുരട്ടി ഞാൻ ഏറെ നേരം ഛർദ്ദിക്കും. വേണ്ട, ഇതൊക്കെയോർത്ത് ഞാൻ ഈ നിമിഷത്തിൻ്റെ മനോഹാരിത കളയുന്നില്ല. എനിക്ക് സന്തോഷിക്കണം. ഹാളിൽ ഉറക്കം വരാതെ അയാൾ നടന്നു. ഞാൻ കണ്ണെഴുതി പൊട്ടുതൊട്ടു. നൈറ്റ് മാരി സാരി എടുത്തു. അലമാരിയിലെ ചെമ്പരത്തിക്കാട് കയ്യിലെടുത്ത് ജയദേവൻ പുകവലിക്കാറുള്ള കസേരയിൽ കാലിന്മേൽ കാലിട്ടിരുന്ന പുസ്തകം വായിച്ചു. ഹാളിൽ നിന്ന് നോക്കിയാൽ ഞാൻ വായിക്കുന്നത് ജയദേവന് കാണാം. അയാൾ പുറത്തിരുന്ന് ദേഷ്യം കടിച്ചമർത്തുന്നുണ്ടായിരിക്കാം. വേണമെങ്കിൽ മുറി തള്ളി തുറക്കാം. എന്നും ശബ്ദം കുറിച്ച് ആക്രമിക്കാൻ അയാൾക്ക് ശീലമുണ്ടല്ലോ. ചെമ്പരത്തിക്കാടുകളിലെ അബൂട്ടിക്ക് 200ൻ്റെ കനമുണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. അബൂട്ടി തൻ്റെ മകനോടൊപ്പം ഇരുന്ന് ചിത്രം വരയ്ക്കുകയാണ്. ആകാശത്തിന് പല വർണ്ണങ്ങളാണ്. പച്ച, ചുവപ്പ്, നീല, കറുപ്പ് എല്ലാം ഉണ്ടതിൽ. ഇതിൽ എല്ലാ പക്ഷികൾക്കും പറക്കാൻ കഴിയും. താറാവും കോഴിയും കഴുകനും ഒരേ ഉയരത്തിൽ പറക്കും. ആകാശത്തൊരു ആശുപത്രിയുണ്ട്. വരച്ച് വച്ച നീലവട്ടത്തെ ചുറ്റി അവൻ തുടർന്നു. ഏതേലും വേടൻ ചിറകരിഞ്ഞാൽ ഈ ആശുപത്രിയിൽ പോയാൽ ചിറക് തുന്നിക്കൊടുക്കും. താറാവും പരുന്തും ഒരേ ഉയരത്തിൽ പറക്കുന്ന ആകാശം എത്ര സുന്ദരമായിരിക്കും. സമത്വമുള്ളിടത്ത് തുന്നിയ ചിറകിനും പറക്കാൻ ഇടംതന്ന ആകാശത്തിന് 200 രൂപയിൽ കൂടുതൽ വിലയുണ്ട്. അബൂട്ടി ഇന്ന് തൻ്റെ ഹോസ്പിറ്റലിൽ കാണേണ്ടി വന്ന അച്ചുവിനെ ഓർക്കുകയായിരുന്നു. എത്രയോ കാലം കഴിഞ്ഞു അവളെക്കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെ. അച്ചുവിൻ്റെ കല്യാണത്തിന് പൂത്തുലഞ്ഞ ചെമ്പരത്തിക്കാടുകൾക്കിടയിലിരുന്ന് അവൻ എന്തോ വാടിപ്പോയതാണ്. മൈമിനുമായുള്ള ജീവിതത്തിൽ പഴയതൊന്നും ഓർത്തില്ല. വല്ലപ്പോഴും തൊടിയിൽ കാണുന്ന ചെമ്പരത്തികൾ അവളെ ഓർമ്മിപ്പിക്കും. എവിടെയെങ്കിലും അവൾ സന്തോഷമായിരിക്കുമെന്ന് കരുതും. പക്ഷേ ഭർത്താവിൻ്റെ ക്രൂരപീഡനത്തിനിരയായി ബോധമില്ലാത്ത അവളുടെ മുഖം, ശരീരത്തിലെ മുറിവുകൾ. അബൂട്ടി ദേവിയെപ്പോലെ കണ്ടിരുന്ന അച്ചു വികൃതമായിരിക്കുന്നു. ഭ്രാന്തനെ പോലെ അലറി അബൂട്ടി അവളുടെ ഭർത്താവിനെ തല്ലി. പോലീസിനെ അറിയിച്ചു. ഇതുപോലെ എത്രയെത്ര കേസുകൾ ഓരോ ദിവസവും കാണുന്നു. ഇത്രയും രോഷപ്രകടനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചുറ്റുമുള്ളവർ അയാളോട് ചോദിക്കുന്നു. അങ്ങനെ എല്ലാവരെയും പോലെയാണോ അച്ചു? അവൾക്ക് ബോധം വരുവോളം എല്ലാ കാര്യങ്ങളും അബൂട്ടി ഏറ്റെടുത്തു. 3-4 ദിവസമായി അവളുടെ ചിറകുകൾ തുന്നുകയാണ് അയാൾ. അച്ഛനെ കാണണമെന്ന് മകൻ വാശി പിടിച്ചപ്പോഴാണ് ഇന്ന് ഈ ചിത്രത്തിന് മുന്നിൽ അബൂട്ടിയിരിക്കുന്നത്. എനിക്ക് തുടരാൻ കഴിഞ്ഞില്ല. അത്രമേൽ സന്ദർഭോചിതമായ വാക്കുകൾ. എനിക്ക് വേണ്ടി വിലപിക്കാൻ ഇതുപോലൊരു അബൂട്ടി ഉണ്ടായിരുന്നെങ്കിലെന്ന്
ഞാനും ആശിച്ചുപോയി. പുരുഷനാൽ ലാളിക്കപ്പെടാതെ പോയ ശരീരം, ഒരു കോരിത്തരിപ്പിൻ്റെ മയക്കം. സ്വപ്നത്തിൽ ഒറ്റച്ചിറകുള്ള പക്ഷികൾ ആകാശം നോക്കിയിരുന്നു. അവ പറന്ന് ഓർമ്മയുടെ കണ്ണുനീരിൽ ഭൂമി നനഞ്ഞു. അവിടെ നിർഭയമാർ 1, 2 തുടങ്ങി ഒത്തിരി ഉണ്ടായിരുന്നു. എണ്ണിയെടുക്കാൻ ശ്രമിച്ച് ഞാൻ പരാജയപ്പെട്ടു പോയി. മാധ്യമങ്ങൾ പറഞ്ഞതും പറയാതെ പോയതുമായ ഒത്തിരി പേരുകൾ. ഇരയെന്ന യൂണിഫോം അണിഞ്ഞ് അവർക്കെല്ലാം പേര് നഷ്ടപ്പെട്ടിരിക്കുന്നു. വേട്ടയാടുന്നത് പ്രകൃതി നിയമമായിരിക്കാം. നിലനിൽപ്പിന് വേണ്ടി, വിശപ്പിന് വേണ്ടി മാത്രം പുലി മാനിനെ വേട്ടയാടുന്നു. പക്ഷേ പുലി പുലിയെയോ മാൻ മാനിനെയോ വേട്ടയാടാറില്ല. എന്നാൽ മനുഷ്യനാൽ വേട്ടയാടപ്പെട്ട മറ്റൊരു മനുഷ്യനെന്നത് വേദനിപ്പിക്കുന്ന കാര്യമാണ്. അബൂട്ടി വേട്ടക്കാരനെയും ഇരയെയും കുറിച്ചോർത്തു. ചെമ്പരത്തി നട്ടു നനച്ച അവളുടെ കൈകൾ അതിന്ന് തോലുരിഞ്ഞു പോയിരിക്കുന്നു. കൈമുട്ടിന് പരിക്കുണ്ട്. മോതിരവിരലിൽ മടങ്ങിയിട്ടുണ്ട്. അവളുടെ പല നഖങ്ങളും പൊട്ടിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ അവളോളം പ്രകാശം പരത്തുന്ന മുഖം അവൻ കണ്ടിട്ടില്ല. ആ മുഖത്ത് ആവർത്തിച്ച് തല്ലിയ പാടുകൾ. താടിയലിനോട് ചേർന്ന് വലിയ വീക്കമുണ്ട്. എത്രയോ തവണ കൊതിയോടെ നോക്കി നിന്ന തിളങ്ങുന്ന കണ്ണുകൾ. ഒന്നിനോടും ഉപമിക്കാൻ അനുവദിക്കാത്ത അവളുടെ ചുണ്ടുകൾ. മുറിവുകൾ മാത്രമേയുള്ളൂ, അബൂട്ടിയുടേത് മാത്രമെന്ന് അവൾ 100 വട്ടം പറഞ്ഞ ശരീരം. അതവൻ കണ്ടില്ല, കാണാൻ കൂട്ടാക്കിയില്ല. കേസ് ഷീറ്റിൽ മുറിവുകളുടെ എണ്ണങ്ങൾ, അതിൻ്റെ ആഴം, നീളം, വീതി എല്ലാം അബൂട്ടിയുടെ മുന്നിൽ തെളിഞ്ഞു നിന്നു. ഉറക്കത്തിലെപ്പോഴോ വീണുപോയതാണ്. ജയദേവൻ്റെ ഒച്ചയനക്കം കേട്ടാണ് ഞാൻ എണീക്കുന്നത്. അർദ്ധരാത്രിയിൽ കണ്ണെഴുതി പൊട്ടും തൊട്ട് സാരി ഉടുത്ത് കസേരയിലിരുന്ന് ഉറങ്ങിപ്പോയ ഞാൻ, അല്ല, പുസ്തകം വായിച്ചുറങ്ങിപ്പോയ ഞാൻ. പിടിച്ചു തിന്നാനുള്ള ദേഷ്യത്തോടെ അയാൾ എൻ്റെ അടുത്ത് വന്ന് അടിമുടി ഒഴിഞ്ഞു നോക്കി. സാരി പിടിച്ച് വലിച്ച് തറയിലിട്ടു. എന്നിട്ടതിൽ മൂത്രമൊഴിച്ചു. എന്തോ നേരിയ ഒരു ചിരി വരുത്തി അയാൾ തിരികെ പോയി. അപമാനം കൊണ്ടും അറപ്പുകൊണ്ടും അലറി വിളിച്ച് എല്ലാം ഉടയ്ക്കാൻ തോന്നി. വെപ്രാളപ്പെട്ട് ഞാൻ അയാളുടെ പിറകിൽ ചെന്നു. സാരി ഉടുത്തിട്ടില്ലെന്ന ബോധം ഹാളിന് പുറത്ത് പോകുമ്പോഴും എനിക്കുണ്ടായിരുന്നില്ല. അയാൾ ബുള്ളറ്റിൽ കയറി എങ്ങോട്ടോ ഇരുട്ടിൽ മറഞ്ഞുപോയി. ഓടിച്ചെന്ന് വാതിലടച്ചു. മുറിയാകെ ജയദേവൻ്റെ മൂത്രമണം. ഞാൻ ആ സാരിയെ കോയിലെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചു. നീയും കത്തി തീരാറായിരിക്കുന്നുവെന്ന് മനസ്സിലൊരു നദി അട്ടഹസിച്ചു. ആളുന്ന തീയെ നോക്കി ഞാൻ ഉറക്കെ എൻ്റെ അലർച്ചകൾ കീഴ്പോട്ടിറക്കി. വാതിൽ കുറ്റിയിട്ട് ഫിനോയിലെടുത്ത് മുറി മുഴുവനും കുടഞ്ഞു. കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ വെള്ളം ഒഴുകി. കണ്ണാടി നോക്കി ഞാൻ എന്നെ തന്നെ കുറേ തല്ലി. അലമാരയിലുള്ളതെല്ലാം വലിച്ചിട്ടു. അയാളുടെ മുണ്ടിനെ കലിതീരുവോളം ചവിട്ടി. ഒരു പേനയും പേപ്പറും കയ്യിലെടുത്ത് ഞാൻ എന്തൊക്കെയോ വികൃതമായി എഴുതി. അയാളുടെ കനമുള്ള താലിയഴിച്ച് പേപ്പർ പറന്നു പോവാതിരിക്കാനായി വച്ചു. നീണ്ട തിരച്ചിലിന് ശേഷം കല്യാണപ്പുടവ കണ്ടെത്തി. അതിലൊരു കുടുക്കുണ്ടാക്കി. വായിച്ചിരുന്ന കനമുള്ള കസേര നീക്കി ഫാനിൻ്റെ ചുവട്ടിലെത്തിച്ചു. വെപ്രാളത്തിൽ 4-5 തവണ എറിഞ്ഞപ്പോഴാണ് ഫാനിൻ്റെ ചക്രം സ്വീകരിച്ചത്. എനിക്കറിയാൻ ജീവിതം തുടങ്ങാത്ത കുട്ടികളുണ്ട്, വായിച്ചു തീരാത്ത പുസ്തകങ്ങളുണ്ട്. പക്ഷേ വയ്യ, ഇതെനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. കസേരയിൽ കയറി ഞാൻ ആകാശം കാണാനൊരുങ്ങി. പുറത്ത് മഴയാണ്. മഴ മാത്രമാണ്. കാലവർഷത്തിൻ്റെ നരച്ച മഴപ്പെയ്ത്ത്. കസാക്ക് നനഞ്ഞൊലിച്ച് പോവുകയാണ്. പനകൾ കടപുഴകി വീഴുന്നു. അറബിക്കുളം നിറഞ്ഞു കവിഞ്ഞു. ചത്തുപോയ തുമ്പികൾ ചെളിവെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. കട്ടിയേറിയ കല്യാണസാരിയിലെ തുന്നിച്ചേർത്ത കല്ലുകൾ കഴുത്തിൻ്റെ നടുക്കു വന്നു നിന്നു. ഈ സാരിയിലാണ് ഞാൻ ഈ കാട്ടാളിൻ്റെ അടിമയായി ജീവിതം തുടങ്ങിയത്. കണ്ണനും പാത്തുവും കണ്ണിൽ മാറി മാറി തെളിഞ്ഞു. നാളത്തെ പകൽ അവർക്ക് അമ്മയുണ്ടാവില്ല. സ്കൂൾ വിട്ട് വന്നാൽ വീട് ശൂന്യമാവും. മറ്റുള്ള കുട്ടികളുടെ അമ്മമാരെ കാണുമ്പോൾ അവർ സങ്കടപ്പെടും. പാത്തുവിൻ്റെ ആർത്തവ നാളിൽ നാരങ്ങ ചായയിട്ട് തരാൻ അവളെന്നെ നീട്ടി വിളിക്കും. ഞാനില്ലാത്ത അടുക്കള അവരെ കരയിപ്പിക്കും. ചിലർ അമ്മയില്ലാത്ത കുട്ടികളെന്ന് അവരെ സഹതാപപൂർവ്വം നോക്കും. അല്ലെങ്കിൽ തന്നെ എത്ര സ്നേഹമുള്ളവർ മരിച്ചാലും ആരേലും കൂടെ മരിക്കാറുണ്ടോ? അവർ അമ്മയില്ലാതെ ജീവിക്കാൻ ശീലിക്കും. കണ്ണൻ പാത്തുവിനെ പൊന്നുപോലെ നോക്കും. വീട്ടുജോലിക്ക് ഒരാളെ വെച്ച് ജയദേവൻ എൻ്റെ കുറവ് നികത്തും. രാത്രിയിൽ ഏതെങ്കിലും വേശ്യയുടെ വാതിലിൽ പോയി മുട്ടും. ചിലപ്പോൾ അയാൾ ഇനിയൊരു കല്യാണം കഴിക്കും. ഭാര്യ മരിച്ചാൽ പിന്നെ അവർ തീർത്തും ഒറ്റപ്പെട്ടു പോകുമല്ലോ. നദി, സമയം കളയരുത്. കസേരയെ തള്ളിയിടൂ, മനസ്സ് മന്ത്രിച്ചു. പുറത്ത് ഇടിയും മിന്നലും. കരണ്ട് പോയി. കസേര നീക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കവേ ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങളിൽ നിന്നും വളരെ കാലം പരിചയമുള്ളൊരു മുഖം എന്നെ നോക്കി ചിരിച്ചു. കറണ്ട് വന്നു. കസേര നീക്കി. കഴുത്ത് മുറുകി ശ്വാസം കിട്ടാതെ ഞാൻ പിടഞ്ഞില്ല. മുറുകാത്ത സാരിയും ഞാനും ഒട്ടും ആഗ്രഹിക്കാത്ത ഈ ജീവിതത്തിലേക്ക് തലയും കുത്തി വീണു. ആത്മഹത്യ പരാജയപ്പെട്ടവരുടെ അവസ്ഥ ഭീകരമാണ്. മരിക്കാനും ഭാഗ്യം വേണം. ഇതുവരെ തൂങ്ങി മരിച്ചവരോടെല്ലാം എനിക്ക് അസൂയ തോന്നി. രക്തക്കുഴലുകളെ തടസ്സപ്പെടുത്തുന്ന ആ കുരുക്കിടാൻ ഞാൻ പരാജയപ്പെട്ടു പോയി. ഒരു ബ്ലേഡ് എടുത്ത് ഞരമ്പ് മുറിച്ച് ബാത്റൂമിൽ കിടക്കാമായിരുന്നു. അല്ലെങ്കിൽ സാരിയോടൊപ്പം ഞാനും കത്തി തീരാമായിരുന്നു. എന്നിട്ടും തൂങ്ങി മരിക്കാം എന്ന ശ്രമകരമായ തീരുമാനമുണ്ടായത് വളരെ പെട്ടെന്നായിരുന്നില്ല. ഞരമ്പ് മുറിച്ചാൽ കുളിമുറിയിൽ തളർന്നു കിടക്കുമായിരിക്കും. രക്തം വാർന്നൊഴുകുന്നത് നോക്കി കണ്ണുകൾ പതുക്കെ മയങ്ങുമായിരിക്കും.
മയക്കം ചിലപ്പോൾ മരണമായിരിക്കും. ആ സാരിക്കൊപ്പം ഞാനും മണ്ണെണ്ണയിൽ കുളിച്ചിരിക്കണം. ആളിപ്പടരുന്ന തീയിൽ വെന്തുനേറി തിരിച്ചറിയാനാവാത്ത വിധം വികൃതവുമായിരിക്കും. പക്ഷേ തൂങ്ങി മരണം ജയദേവന് വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്. ആരാച്ചാറിലൊക്കെ പറയുന്ന പോലെ നാവ് പുറത്തു തള്ളി കഴുത്തിനും തലച്ചോറിനും ഇടയ്ക്കുള്ള ഞരമ്പിൽ കുരുക്കുമുറുക്കി മരണഭയത്താൽ മലവും മൂത്രവും വിസർജിച്ച് തൂങ്ങിക്കിടക്കുന്ന ഞാൻ. എന്നെ കാണുമ്പോൾ ജയദേവൻ ആ മൂത്രം കണ്ട് വിയർക്കണം. അതിനുവേണ്ടി മാത്രമാണ് തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചത്. ചേതന ഗൃദ്യ മാലിക്കിനെ പോലെ കുടുക്കിടാൻ ഞാൻ പരാജയപ്പെട്ടു. ജീവിക്കുവാനും മരിക്കുവാനുള്ള അവകാശം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നെ മരിക്കാനെങ്കിലും അനുവദിക്കാത്തത് എന്തെന്ന് കഴിയുന്നത്ര ഉച്ചത്തിൽ ദൈവത്തോട് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ദൈവം എന്നൊരാൾ ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ മടി തോന്നുന്നു. തളർച്ചയുടെ അവസാന നിമിഷമാണ് മങ്ങിയ ആ ചിത്രം എന്നെ നോക്കി ചിരിച്ചത്. ഞാനത് കയ്യിലെടുത്തു. അവിഹിതങ്ങളുടെ നിയമപുസ്തകം. ചെമ്പരത്തിക്കാടുകളുടെ ഉടമ മഠത്തിൽ മഹേന്ദ്രൻ. എവിടെയാണ് കണ്ടതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. കാപ്പിപ്പൊടി നിറമുള്ള കണ്ണുകൾ, ചുരുളൻ മുടി, കഴുത്തിൽ മഞ്ചാടി വലുപ്പത്തിലൊരു മറുക്. ഏറെ കാലമായി അടുത്തു പരിചയമുള്ള ഒരുവൻ്റെ വട്ടമുഖം. ഇത്രയും ദിവസം കയ്യിൽ ഈ പുസ്തകം ഉണ്ടായിട്ടും പുറകുവശം നോക്കിയതേയില്ലല്ലോ. കണ്ണ് നിറഞ്ഞതുകൊണ്ടോ എന്തോ അക്ഷരങ്ങൾ വ്യക്തമാവുന്നില്ല. ആ ചിരി എനിക്കൊരു പ്രതീക്ഷ തന്നു. ആത്മഹത്യയുടെ തേക്ക് മണമുള്ള വാതിലിൽ മിനുക്കുപണി ചെയ്യുമ്പോൾ ചെമ്പരത്തി മണമുള്ള ജീവിതത്തിലേക്ക് കൈ നീട്ടിയ ഒരുവൻ. ക്ലോക്കിൽ 6 മണി മുഴങ്ങി. ഞാൻ ആ സൂചികൾക്കൊപ്പം ഉത്സാഹത്തോടെ ഓടി നടന്നു. ഒരു പുഞ്ചിരി തന്ന ഉന്മേഷത്തിൽ രാവിലത്തെ ചായപ്പണികൾ അതിവേഗം തീർത്തു. ഇഡലി, ദോശ, തേങ്ങ ചമ്മന്തി, തക്കാളി ചമ്മന്തി, സാമ്പാർ എല്ലാം തയ്യാറാക്കിയെങ്കിലും തക്കാളി ചമ്മന്തിക്ക് ലേശം സൗന്ദര്യം കൂടുതലുണ്ടായിരുന്നു. കുളിയും ജപവും കഴിഞ്ഞ് കല്യാണിക്കുട്ടി അമ്മ എത്തി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വേണേൽ ആശുപത്രിയിൽ പോവാം. ജയദേവനെ കുറിച്ചോർത്ത് നീ പേടിക്കേണ്ട. സത്യം പറയാൻ അഭിമാനം നോക്കേണ്ട ഒരു ആവശ്യവുമില്ല. പെണ്ണിൻ്റെ വേദന അറിയാത്തവൻ ഒരിക്കലും കുണം പിടിക്കില്ല. ഞാൻ അത്ഭുതത്തോടെ അവരെ തന്നെ നോക്കി നിന്നു. ഇതുപോലൊരു അമ്മ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് വെറുതെ മോഹിച്ചു. എങ്ങോട്ട് പോയതാണാവോ? ബുള്ളറ്റ് കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് പിടിച്ചു കാണൂല. അല്ല പിന്നെ, എനിക്കുമുണ്ട് 3 പെൺമക്കൾ. ശരിയാണ്, അമ്മമാർ ഇങ്ങനെയാവണം. നിന്റെ കണ്ണെന്താ കറുത്തിരിക്കുന്നത്? നന്നായി ഉറങ്ങിയില്ലേ? BP-യുടെ മരുന്ന് കഴിച്ചാൽ പിന്നെ വെട്ടിയിട്ട പോലെയുള്ള ഉറക്കമാ. നീ എല്ലാം നേരത്തെ ഉണ്ടാക്കിയോ? ഞാനൊന്ന് മൂളുക മാത്രം ചെയ്തു. എനിക്ക് അവരെയൊന്ന് കെട്ടിപ്പിടിച്ച് കരയണമായിരുന്നു. നിങ്ങളുടെ മകൻ ഏതോ തെരുവ് പട്ടിയെ പോലെ എൻ്റെ സാരിയിൽ മൂത്രമൊഴിച്ച് പ്രതികരിച്ചുവെന്നും നീ എനിക്ക് വെറുമൊരു ബാത്റൂം മാത്രമാണെന്ന പരിഹാസച്ചിരിയോടെ അയാൾ എവിടെയോട് പോയതാണെന്നും പറയണമെന്നുണ്ടായിരുന്നു. ജയദേവൻ്റെ ബുള്ളറ്റ് വേട്ടനായ്ക്കളെ പോലെ ശബ്ദമുണ്ടാക്കി എന്നെ നിശബ്ദമാക്കി. ഒട്ടും പ്രതീക്ഷിക്കാതെ അയാൾക്കൊപ്പം എൻ്റെ അമ്മ നടന്നു വരുന്നു. കയ്യിൽ ബാഗുമുണ്ട്. ഇത് എനിക്കുള്ള അടുത്ത പ്രതികാരമാണ്. ആരോടും മിണ്ടാതെ അവർ ബാഗ് സോഫയിൽ വെച്ച് കാലും നീട്ടിയിരുന്നു. മോനെ ജയദേവ, അമ്മയ്ക്ക് തലവേദന, ഒരു നല്ല ചായ ഇട്ട് തരാൻ പറയും. ഞാൻ കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി ശാന്തമാക്കി കൊടുത്തു. എടി, ജയദേവന് ചായ വേണമെന്ന് പ്രത്യേകിച്ച് പറയണോ? ഇതുപോലൊരു ജീവിതം നിനക്കൊക്കെ സ്വപ്നം കാണാനൊക്കുമോ? നന്ദി വേണമടി. അടുക്കളയിലോട്ട് വന്ന് വാഷ് ബേസിനിൽ ഒഴിച്ചു കളഞ്ഞ് ചായ വയ്ക്കാൻ തുടങ്ങി. ചായപ്പൊടി കാണുന്നിടത്ത് വയ്ക്കണ്ടേ? പഞ്ചസാര വൃത്തിക്ക് അടച്ചു വയ്ക്കണ്ടേ? ചോറ് ഇനി വച്ചില്ലേ? എന്നെ നോക്കാതെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നു. കല്യാണിക്കുട്ടിയമ്മ ദീർഘനിശ്വാസം വിട്ട് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ശാന്തമ്മ ചായ ഉണ്ടാക്കി മരുമകന് കൊടുത്തു. ഈ ഭൂമിയിൽ ഇതുപോലൊരു ചായ കുടിച്ചിട്ടില്ലെന്ന മട്ടിൽ ജയദേവനെ ആസ്വദിച്ചു കുടിച്ചു. മക്കൾ സ്കൂളിൽ പോകാൻ തിരക്കുകൂട്ടി. അമ്മമ്മ എപ്പോഴാ വന്നേ? കണ്ണൻ കുശലം ചോദിച്ചു. പാത്തു കണ്ട ഭാവം കാണിച്ചില്ല. അവൾക്ക് ഇപ്പോഴും വാരി കൊടുക്കണം. കഴിക്കാൻ പൊതുവെ മടിയാണ്. കൂടെ ഓടി നടന്ന് കഴിപ്പിക്കണം, സ്കൂളുള്ള ദിവസം പ്രത്യേകിച്ചും. 2 ഇഡലി കഴിച്ച് തീർക്കുമ്പോഴേക്കും ശാന്തമ്മ പാത്തുവിനെ പറയാത്ത വാക്കുകളില്ല. വയസ്സ് 10 കഴിഞ്ഞു. ഇപ്പോഴും കുട്ടീന്നാ വിചാരം. തീറ്റിച്ച് ഇപ്പോഴും കോലാണല്ലോ. ആര് കെട്ടാനാ ഈ ഉണക്കക്കോലിനെ? ഇത്രയും ലാളനയൊന്നും പാടില്ല. മോനെ ജയദേവ, കൊച്ചുങ്ങളെ ഇങ്ങനെയാണോ ഇവള് വളർത്തുന്നേ? കറുമ്പി, ഉണക്കക്കോല് എന്നല്ലാതെ പാത്തുവിനെ അവരിന്ന് വരെ പേര് വിളിച്ചിട്ടില്ല. ഓളെ ഞങ്ങൾ കെട്ടിക്കുന്നില്ല അമ്മമ്മേ. പിന്നെ പ്രാർത്ഥനയെന്ന് കൊള്ളാവുന്നൊരു പേരുണ്ട് അവൾക്ക്. ഞാൻ ശാന്തമ്മയെ നോക്കി ചിരിച്ചു. എൻ്റെ പാത്തു, വേഗം തീർക്ക്. പ്ലേറ്റിലെ അവസാന കഷ്ണം അവളുടെ വായിൽ തിരുകി പെങ്ങളെയും കൂട്ടി അവർ നടന്നു നീങ്ങി. ഞാൻ ആ പ്ലേറ്റ് ഭംഗിയിൽ കഴുകി. എന്നെയും എത്രയോ പേർ എന്തൊക്കെയോ പേരിൽ കളിയാക്കിയിട്ടുണ്ട്. അന്നൊക്കെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും വായടുപ്പിക്കാൻ എനിക്ക് നട്ടലുള്ള ചേട്ടനുണ്ടായിരുന്നു. ചുള്ളിക്കമ്പ് വളരെ വേദനക്കുറവുള്ള വിശേഷണമാണ്. ഞാൻ ചുള്ളിക്കമ്പായതും അച്ഛനില്ലാത്തവളായതും എൻ്റെ കുഴപ്പം കൊണ്ടല്ലോ. ചേട്ടനുണ്ടാവുമ്പോൾ എന്നെ ആരും നോവിക്കാൻ ശ്രമിക്കാറില്ല. കണ്ണൻ എന്നെ അഭിമാനമുള്ള അമ്മയാക്കുന്നു. കല്യാണിക്കുട്ടി അമ്മ കഴിച്ചു. മകനെ കഴിപ്പിക്കാനോ വിളിക്കാനോ നിന്നില്ല. ശാന്തമ്മ വിളമ്പിക്കൊടുത്തു. മരുമകനും അമ്മായിയമ്മയും ഞാൻ ഉണ്ടാക്കിയതൊക്കെ തീർത്തു. അക്ഷയപാത്രം പോലെ വാഷ് ബേസിൻ നിറഞ്ഞു കവിഞ്ഞു. വിം ബാറുകൊണ്ട് പതപ്പിച്ചിട്ടും ജയദേവൻ്റെ പാത്രത്തിൽ എനിക്ക് മൂത്രം മണത്തു.
ഞാൻ അടിച്ചുവാരി തുടച്ചു, തുണി അലക്കി. അടുക്കളയിലേക്ക് വരുമ്പോഴേക്കും ശാന്തമ്മ മുളകിട്ട മീൻകറി ഉണ്ടാക്കി. മീനിൻ്റെ വാലും ചിറകും ചോരയും അടുക്കളയിൽ ചിതറിക്കിടക്കുന്നു. എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. ഞാൻ അടുക്കളയിൽ നിന്നും മുറിയിലേക്ക് പോയി. ജീവിച്ചിരിക്കാൻ കാരണമായ പുസ്തകമെടുത്തു എഴുത്തുകാരനെ ഒന്നുകൂടി നോക്കി. മഠത്തിൽ മഹേന്ദ്രൻ്റെ ചിരിച്ച മുഖം, ചിരിച്ചതിനാൽ ചുരുങ്ങിപ്പോയ കവിൾത്തടം, കാപ്പിപ്പൊടി കണ്ണ്, കഴുത്തിലെ മറുക്, ഒരു ശ്വാസമെടുപ്പിൻ്റെ ദൂരത്തിനപ്പുറം ഇന്നലെ മരണത്തെ കണ്ടവൾ ഇന്ന് പ്രണയത്തിൻ്റെ ശ്വാസം അനുഭവിക്കുന്നു. മനസ്സിലെ രൂപം വരച്ചെടുക്കുമ്പോഴൊക്കെ കണ്ണുകളിൽ ആകാശനീലിമയ്ക്ക് പകരം ഞാൻ കണ്ടതൊക്കെ ഇത്തിരി വട്ടത്തിൻ്റെ ഭൂമിയായിരുന്നു. ആ മണ്ണിലെ ഒറ്റമരം ജന്മസാഫല്യത്തിൻ്റെ വള്ളികളാൽ പരിണയിക്കപ്പെടാൻ തപസ് ചെയ്യുകയായിരുന്നു. ഇന്ന് ആ കാപ്പിപ്പൊടി കണ്ണിൽ ഞാൻ ആകാശം കാണുന്നു. തുന്നിച്ചേർത്ത ഒറ്റ ചിറകുള്ള പക്ഷിക്കും പറക്കാനിട നൽകുന്ന ആകാശം. പുസ്തകം തുറന്നു. അബൂട്ടി അച്ചുവിനെ പതുക്കെ നടക്കാൻ ശീലിപ്പിക്കുന്നു. അവൾ പറക്കാൻ മറന്നുപോയ പൂമ്പാറ്റയെ പോലെ ഓരോ അടിയിലും താഴെ വീഴുന്നു. പുരുഷൻ്റെ നിഴലനക്കത്തെ പേടിക്കുന്ന അവൾ അബൂട്ടിയെ മാത്രം അനുസരിക്കുന്നു. ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതുകൊണ്ടാവാം അച്ചുവിനെക്കുറിച്ച് ഒന്നും തന്നെ മൈമുനയോടവൻ പറയാതിരുന്നത്. ആദ്യ പ്രണയം മരിക്കുവോളം മനസ്സിൽ കിടക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. കുറ്റബോധത്താൽ തലകുനിച്ച് പലപ്പോഴും അച്ചു അബൂട്ടിയെ കെട്ടിപ്പിടിച്ച് കരയും. പഴയ പോലെ എന്നെയൊന്ന് സ്നേഹിക്കാമോ എന്ന് പറഞ്ഞ് അവളുടെ കണ്ണുനീർ അയാളെ ചുട്ടുപൊള്ളിക്കും. മകനൊപ്പം അയാളും പക്ഷികൾക്ക് ആകാശം വരച്ചു തുടങ്ങി. അച്ചു വിവാഹമോചിതയായി. ഇടയ്ക്കിടെ അബൂട്ടിയെ കാണാൻ വേണ്ടി മാത്രം അവൾ ജീവിച്ചു. ഓരോ വിളിയിലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മൈമുനയോട് 1000 കള്ളങ്ങൾ പറഞ്ഞ് അയാൾ അച്ചുവിലേക്ക് സഞ്ചരിച്ചു. അബൂട്ടിയുടെ കള്ളങ്ങൾ ഒരു നാൾ മൈമുന കയ്യോടെ പിടിച്ചു. അന്നാണ് അവൾ അബൂട്ടിക്ക് വേണ്ടി ആദ്യമായതും അവസാനമായും കരഞ്ഞത്. ഓരോ മനുഷ്യൻ്റെ ശരിതെറ്റുകൾക്കും കടലോളം വ്യത്യാസങ്ങൾ കാണും. അബൂട്ടിയുടെ ശരി മൈമുനയ്ക്കോ നമുക്കോ മനസ്സിലാവണമെന്നില്ല. അച്ചുവിലൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ അബൂട്ടിയെ നമുക്ക് ന്യായീകരിക്കാനാവും. പക്ഷേ മൈമുന, അവളോട് ആർക്കും പ്രണയത്തെക്കുറിച്ച് വിശദീകരിക്കാനാവില്ല. അവിഹിതം ചോദിക്കാതെ പറയാതെ വരുന്ന പൂച്ചക്കുട്ടിയെ പോലെയാണ്. ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചാലും അത് തേടിപ്പിടിച്ച് നമ്മുടെ പിറകിൽ കൂടും. ഒരിക്കൽ പോലും പ്രണയിക്കപ്പെടാത്ത ഞാൻ എന്തിനാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്? പുറത്ത് ശാന്തമ്മയുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട്. അടുക്കളയിൽ മാമാങ്കമാണ്. ശാന്തമ്മയും കല്യാണക്കുട്ടിയമ്മയും തമ്മിൽ ഉഗ്രൻ പോര്. എല്ലാത്തിനും കാരണം മീനിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഞാൻ കല്യാണക്കുട്ടിയമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കവേ ശാന്തമ്മ അടുത്തു വന്ന് ചോദിച്ചു, നിന്റെ കഴുത്തിലെ താലി എവിടെ? ശരിയാണ്, താലി കഴുത്തിലില്ല. എടി മഹാപാപി, കെട്ടിയോൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ താലി അഴിക്കുന്നോ? നീ തങ്കം പോലത്തെ മോനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊല്ലുന്നോ? നയാ പൈസയ്ക്ക് ഗതിയില്ലാത്ത നിന്നെ കെട്ടിയ പാവം ജയദേവനെ പറഞ്ഞാൽ മതിയല്ലോ. നിന്നെയൊക്കെ കേസ് കൊടുത്ത് ജയിലിലിടണം. വായിച്ചു വായിച്ചു ഫെമിനിച്ചിയാവാൻ നടക്കുമല്ലയോ? ഒരു കെട്ടിലമ്മ വന്നിരിക്കുന്നു. ശാന്തമ്മ നിന്ന് അലറുകയാണ്. പൊതുവെ മിതമായി മാത്രം സംസാരിച്ചിരുന്ന ഞാനപ്പോൾ പ്രതികരിച്ചു. താലിയുടെ മഹത്വം അത് കെട്ടിയവനില്ലെങ്കിൽ ഞാൻ അഴിക്കും. പോയി കേസ് കൊടുക്ക്. ജയിലിലെങ്കിലും എനിക്ക് കുറച്ച് മനസമാധാനം കിട്ടട്ടെ. കല്യാണക്കുട്ടിയമ്മ ഒന്നും മിണ്ടാതെ അകത്ത് പോയി. ശാന്തമ്മ എന്നെ തുറച്ചു നോക്കി. അവനെപ്പോലെ ഒരുത്തനെ നിനക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയുമോടി? നിന്നെപ്പോലൊരു ദാരിദ്ര്യം പിടിച്ചവളെ കെട്ടാൻ പിന്നെ രാജകുമാരൻ വരുമായിരിക്കും എന്നിങ്ങനെ എന്തൊക്കെയോ പാടിത്തുടങ്ങി. ഞാൻ ദാരിദ്ര്യം പിടിച്ചവൾ, നയ പൈസയില്ലാത്തവൾ, ഇതൊക്കെ പറയുന്നത് സ്വന്തം അമ്മ തന്നെയാണ്. ഇവൾ ശരിക്കും എന്നെ പ്രസവിച്ചത് തന്നെയോ? അതെ, ഞാൻ നയ പൈസയില്ലാത്തവൾ തന്നെയാ. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടായി മരിച്ചു പോകുമായിരുന്നില്ല. ശാന്തമ്മയുടെ വായടങ്ങി. കുറേ നേരം നിശബ്ദമായി സോഫയിലിരുന്നു. ശേഷം ബാഗെടുത്ത് പോവാനൊരുങ്ങി. അടുക്കള വൃത്തിയാക്കിയിട്ട് പോയാൽ മതി, കല്യാണക്കുട്ടിയമ്മ തടഞ്ഞു. ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടതും ശാന്തമ്മ കരയാൻ തുടങ്ങി. എന്നോട് ഇവിടുന്ന് പോവാൻ പറയുന്നു മോനെ. നിൻ്റെ അമ്മയും ഭാര്യയും എന്നെ ഈ വീട്ടിലേക്ക് സകല പണിയും ചെയ്യിക്കുന്നു. മോൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ലേ ഞാനിവിടെ വന്നത്. പെറ്റുപോയെന്ന തെറ്റ് ചെയ്തുള്ളൂ. ഞാൻ പറഞ്ഞതല്ലേ ഈ ദാരിദ്ര്യം പിടിച്ചവളെ എനിക്ക് കാണണ്ടാന്ന്. എത്ര ഭംഗിയായാണ് അവർ അഭിനയിക്കുന്നത്. കാണുന്നവർക്ക് കണ്ണു നിറഞ്ഞു പോകും. സിനിമയിലോ സീരിയലിലോ കയറ്, ചിലപ്പോൾ വല്ല അവാർഡും കിട്ടും. കസേരയിലിരുന്ന് കല്യാണിക്കുട്ടിയമ്മ കമൻ്റ് അടിച്ചു. ശാന്തമ്മ കണ്ണു തുടച്ച് ചോറ് വിളമ്പി മീൻകറി ഒഴിച്ച് മരുമകന് കൊടുത്തു. ഞാൻ അയാളെ നോക്കിയതേയില്ല. അടുക്കള വൃത്തിയാക്കിയ ശേഷം താലിമാല തിരഞ്ഞു. ആത്മഹത്യക്കുറിപ്പ് പറക്കാതിരിക്കാൻ അഴിച്ചു വെച്ച താലി. താലിമാല കെട്ടിയെങ്കിലും എഴുതിയ കുറിപ്പ് കയ്യിൽ കിട്ടിയില്ല. കഴുത്തിൽ താലിയണിഞ്ഞ് എനിക്കിനി തോൽക്കാൻ വയ്യ. ഞാനത് ജയദേവൻ്റെ അലമാരയിൽ തന്നെ വെച്ച് കാപ്പിപ്പൊടി കണ്ണിൻ്റെ ഉടമയിലേക്ക് പോയി. കഥയെക്കുറിച്ചുള്ള ചെറിയ വിവരണങ്ങളല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ സാധിച്ചില്ല. എഴുത്തുകാരൻ്റെ പ്രൊഫൈലില്ലാത്ത പുസ്തകം എനിക്ക് കൗതുകമായി തോന്നി. ഇക്കാലത്ത് എഴുത്തുകാരനെ കണ്ടെത്താനോ പാട്. കുറേ കാലം ഉപയോഗിക്കാതെ വെച്ച മുഖപുസ്തകം തുറന്ന് ഞാൻ മഠത്തിൽ മഹേന്ദ്രനെ കണ്ടെത്താൻ ആരംഭിച്ചു. ചെമ്പരത്തി കാടുകളുള്ള മുഖം പൂട്ടിയിട്ടിട്ടുണ്ട്. ആദ്യമായി ഞാൻ ഒരാളോട് സൗഹൃദം കൂടാൻ അപേക്ഷിച്ചു. പൊതുവെ പച്ചക്കത്തിയാൽ എന്നെ നിരീക്ഷിക്കുന്ന ആൾ പറന്നു വരാറുണ്ട്.
ഇക്കുറി അത് സംഭവിച്ചില്ല. മണിക്കൂറിന് 4-5 വട്ടം ഞാൻ മുഖപുസ്തകം തുറന്നു നോക്കി. വലിയ സന്തോഷ വാർത്തയൊന്നുമില്ല. പാത്തുവിന് ഹോംവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴും അത്താഴം ഉണ്ടാക്കുമ്പോഴും മൊബൈലിലേക്ക് എൻ്റെ കൈ തരിച്ചു. അമ്മ ജയേച്ചിയെ വിളിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ട് ജയദേവൻ ഒന്നുകൂടി ഇരുണ്ടു. ഇന്നത്തെ രാത്രി എന്നെ എത്ര ഭീകരമായിരിക്കുമെന്ന് എനിക്ക് ഓർക്കാൻ വയ്യ. ശാന്തമ്മ നന്നായി എരിക്കേറ്റി കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഞാൻ താലി അഴിച്ചു മാറ്റിയ കാര്യം പറഞ്ഞ്. സത്യത്തിൽ താലിയോളം കഴുത്ത് വേദനിപ്പിക്കുന്ന ആഭരണം ഉണ്ടാവുമോ? എന്തിനാണ് ഇത്രമേൽ അധികാര സ്വഭാവമുള്ള ഒന്നിനെ പൂജിക്കുന്നത്? കല്ലാണാലും കണവൻ, പുല്ലാണാലും പുരുഷൻ എന്നൊക്കെ പറഞ്ഞ് പെണ്ണിനെ പുരുഷൻ്റെ അടിമയാക്കുന്നു. ഇതിഹാസങ്ങളിൽ ഗർഭിണിയായ സീതയെ കാട്ടിലുപേക്ഷിക്കുന്നു, ശൂർപ്പണഖയെ വിരൂപയാക്കുന്നു, അഹല്യയെ ശിലയാക്കുന്നു. ആരെങ്കിലും ചോദ്യം ചെയ്താൽ മുജന്മ ശാപകഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതൊന്നും ആർക്കും മടുക്കുന്നില്ലേ? ആർക്കും അടിമപ്പെടാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. സമാധാനപരമായ ജീവിതം ചോദ്യങ്ങൾ ചോദിക്കാത്ത അടിമകൾക്ക് മാത്രമാണുള്ളത്. സമനില തെറ്റിയ മട്ടാണ് പലപ്പോഴും. മൊബൈൽ ആവർത്തിച്ച് നോക്കി. മഹേന്ദ്രൻ പൂട്ട് തുറന്നിട്ടില്ല. എനിക്ക് ഫേസ്ബുക്ക് എന്താണെന്ന് അറിയാത്ത കാലത്ത് തുടങ്ങിയതാണ്. പ്രൊഫൈലിലും എന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഞാനൊരു ഫേക്ക് ഐഡിയ ആണെന്ന് കരുതി കാണണം. കല്യാണിക്കുട്ടിയമ്മയെയും കുട്ടികളെയും ഭക്ഷണം കഴിപ്പിക്കുമ്പോഴും ശാന്തമ്മ മുറുമുറുത്തു. കെട്ടിയനെ നോക്കാനാണ് പെണ്ണ്, അല്ലാതെ പോരടിക്കാനല്ല. പിന്നെന്താ ശാന്തേ, കെട്ടിയൻ ഇട്ടേച്ചു പോയേ? അമ്മ ശാന്തമായി ഗോളടിക്കുകയാണ്. ശാന്തമ്മയ്ക്ക് ദേഷ്യം വന്നു. പിള്ളേർ ഒന്നും അറിയുന്നില്ല, എങ്കിലും കണ്ണന് മണക്കുന്നുണ്ട്. അവൻ ഇന്ന് അച്ഛനോട് ഒന്നും മിണ്ടിയതേയില്ല. സംസാരത്തിനൊക്കെ എന്തോ ഒരു പ്രത്യേകത. ഇന്ന് പാത്തുവിനെ കൂട്ടിക്കിടന്നാൽ മതിയെന്ന് കണ്ണൻ പറഞ്ഞതും എന്തോ മനസ്സിൽ വെച്ചാണ്. ആ വാക്കുകൾ ജയദേവനെ ഞെട്ടിപ്പിക്കാതിരുന്നില്ല. മനസ്സ് കൂടുതൽ വേദനിച്ചു. എന്നെപ്പോലെ അവർക്കും അച്ഛനെ നഷ്ടപ്പെടുമോ എന്നൊരു പേടി. അയാൾ നല്ലൊരു ഭർത്താവല്ലെങ്കിലും തീർച്ചയായും നല്ലൊരു അച്ഛനായിരുന്നുവല്ലോ. അയാളുടെ തൊണ്ടയിൽ അഭിമാനത്തിൻ്റെ മുള്ളു കുടുങ്ങി. കഴിക്കുന്നത് പകുതിയിൽ നിർത്തി ജയദേവൻ എഴുന്നേറ്റു. ഞാൻ വീടിന് പുറത്തിറങ്ങി. കുറച്ചു നേരം എന്തോ ഓർത്തിരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നിലാവുമെല്ലാം എന്നെ നോക്കി ചിരിച്ചു സഹതപിക്കുന്നു. ഒറ്റപ്പെട്ട് നിൽക്കുന്ന നക്ഷത്രത്തെ നോക്കി നിൽക്കെ കണ്ണൻ അടുത്തു വന്നു. അമ്മ തണുപ്പത്ത് നിൽക്കണ്ട, പനി മാറിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ അകത്ത് കയറിയതും അവനെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ചുരുട്ടിയ കടലാസ് കഷ്ണം കയ്യിൽ തന്നു. അമ്മയ്ക്ക് എങ്ങനെ തോന്നി ഞങ്ങളെ ഇട്ടേച്ച് പോവാൻ? എന്നെ ഓർത്തോ? പാത്തുവിനെ ഓർത്തോ? ആത്മഹത്യ ചെയ്യാൻ തോന്നാൻ മാത്രം അച്ഛനും അമ്മയും തമ്മിൽ എന്താ പ്രശ്നം? അവൻ്റെ കണ്ണുനീർ എൻ്റെ മാതൃത്വത്തെ ചുട്ടുപൊള്ളിച്ചു. ഇല്ല കണ്ണ, ഇനി ഒരിക്കലും അമ്മ ഇങ്ങനെ ചിന്തിക്കില്ല. അമ്മയോട് മോൻ പൊറുക്കണം. വേറൊന്നും അമ്മയോട് ചോദിക്കരുത്. ഞാൻ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടി. ഞാനെടുത്ത തീരുമാനം എത്ര മണ്ടത്തരം നിറഞ്ഞതായിരുന്നു. അവൻ എത്രമേൽ വിഷമിച്ചു കാണും. മകൻ അമ്മയുടെ ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുക്കുക, ഉപദേശിക്കുക. കണ്ണൻ്റെ മുന്നിൽ ഞാൻ ചെറുതായി മാഞ്ഞു പോവുകയാണ്. ഞാൻ അവനോട് എന്താണ് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടത്? നിന്റെ അച്ഛൻ വളരെ ക്രൂരനാണെന്നോ? അമ്മയെ അയാൾ കണ്ടിരിക്കുന്നത് വെറുമൊരു സെക്സ് ഡോളായി മാത്രമാണെന്നോ? ഒരമ്മയ്ക്ക് മകനോട് ഇതൊക്കെ പറയാനൊക്കുമോ? പാത്തു ഉറങ്ങുകയാണ്. അവളെങ്കിലും ഉറങ്ങട്ടെ. ഇതുപോലൊരു ഉറക്കം എനിക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. കണ്ണൻ മുറിയിലേക്ക് കടന്നു വന്നു. അച്ഛൻ അമ്മയെ അടിച്ചോ? ഞാനില്ലെന്ന് തലയാട്ടി. അപ്പോൾ ചുമ്മാ ചാവാൻ നോക്കിയതാണോ? കണ്ണൻ ഗൗരവം വിടാതെ ചോദ്യം തുടർന്നു. എല്ലാ കള്ളത്തരങ്ങളും പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ ഞാൻ തലകുനിച്ചു. അവൻ എൻ്റെ കൈ പിടിച്ച് യാചിച്ചു. എന്ത് പ്രശ്നത്തിൻ്റെ പേരിലും അമ്മയിനി ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു. എനിക്ക് പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നോട് പൊറുക്കു കണ്ണാ. നിന്നെ വിട്ട് ഞാൻ എവിടെയും പോവില്ല. മുറിക്ക് പുറത്തിറങ്ങി അവൻ പറഞ്ഞു. അത് കീറിക്കളഞ്ഞേക്കമ്മേ, ആരും കാണണ്ട, അച്ഛമ്മയെ അറിയണ്ട. കീറിക്കളയുന്നതിന് മുമ്പ് ഞാനത് വായിച്ചു. മരിക്കാൻ തീരുമാനിച്ച ഒരുവളുടെ കൈയക്ഷരം പോലും വൃത്തിയുള്ളതായിരിക്കില്ല. അക്ഷരപ്പിശകും ആശയപ്പിശകും ഉണ്ടായേക്കാം. ചില അക്ഷരങ്ങൾ കണ്ണുനീരിൽ വീണ് മാഞ്ഞിട്ടുണ്ടാവും. വരികളിൽ പൂർണ്ണമായ അർത്ഥം ഉണ്ടാവണമെന്നില്ല. പല വെട്ടലും തിരുത്തലും നിറഞ്ഞ കടലാസ് കഷ്ണം അവരുടെ മാനസിക നില കൃത്യമായി പറയും. ആത്മാഭിമാനത്തിന് പോറലേറ്റു. ഒരുപാട് സഹിച്ചതാണ്. പാതാളത്തോളം താഴ്ത്തപ്പെട്ടതാണ്. 15 വർഷത്തെ തടവറയാണ്. എന്നാലും മോചിതയാവുമെന്ന അവസാന പ്രതീക്ഷയും എനിക്ക് നഷ്ടമാവുന്നു. ഈ താലി എൻ്റെ കഴുത്തിനെയും മനസ്സിനെയും വേദനിപ്പിക്കുന്നു. മരണം മാത്രമേ കൺമുന്നിലുള്ളൂ. ഒരായുസിൻ്റെ വേദന എനിക്ക് തന്നു സഹായിച്ച എല്ലാവർക്കും നന്ദി. കണ്ണാ, പാത്തുവിനെ നല്ലതുപോലെ നോക്കണം. എൻ്റെ മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. ആത്മഹത്യക്കുറിപ്പിലെ അവസാന വരി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ജയദേവനെ സംരക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നു. മക്കൾക്ക് അച്ഛനെ നഷ്ടപ്പെടരുതെന്ന് അപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ മരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ എത്രമേൽ മൂകതയുണ്ടാവും. ശാന്തമ്മ കരഞ്ഞിട്ടുണ്ടാവുമോ? പാത്തു ഒറ്റപ്പെട്ടിരിക്കും. അച്ഛൻ എന്നൊരാൾ കാണാനെങ്കിലും വന്നു കാണുമോ? വരുന്നവരെയൊക്കെ മരണകാരണങ്ങൾ ഓരോ തരത്തിൽ വായിക്കും. ജയദേവൻ സോഫയിൽ ഉറങ്ങാതെയിരുന്നു. ശാന്തമ്മ കണ്ണൻ്റെ മുറിയിൽ കയറി കിടന്നു. പുറത്ത് നന്നായി മഴ പെയ്തു. മനുഷ്യമഴകൾ ഓരോ ദിവസവും പെയ്യുന്നത് ഓരോ തരത്തിലാണ്.
കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ പാത്തുവിനെ ഒന്നുകൂടി മുറുകെ കെട്ടിപ്പിടിച്ചു. മൊബൈലിൽ വീണ്ടും നോക്കി. ചെമ്പരത്തിക്കാടുകൾ സ്വീകരിക്കുന്നതും കാത്ത് എൻ്റെ പുസ്തകം കിടന്നു. എന്നത്തെയും പോലെ എഴുന്നേറ്റു. രാത്രി അടുക്കളയൊന്നും വൃത്തിയാക്കാതെയാണ് കിടന്നത്. വാഷ് ബേസിനിൽ എച്ചിൽ പാത്രങ്ങൾ സ്ഥലം തികയാതെ തിരക്കുകൂട്ടി. ഓരോ പാത്രത്തിലും പറ്റി നിന്ന വറ്റുകൾ. ജയദേവൻ ബാക്കിയാക്കിയ ചോറ് കാക്കയ്ക്ക് എറിഞ്ഞു കൊടുത്തു. എത്രയെത്ര വിംബാറുകൾ തീർന്നിട്ടും തിളങ്ങാത്ത ജീവിതങ്ങൾ. പാത്രങ്ങൾ കഴുകിക്കൊണ്ടേയിരുന്നു. അവിടെ കൈകളിൽ വരകൾ കൂടി. വിരലിൻ്റെ അറ്റം മാത്രം മിനുസമുള്ളതായി. കൈകൾ നനവ് മാറുമ്പോൾ വരണ്ടതായി കാണപ്പെട്ടു. ഇന്നലെ വെള്ളത്തിലിട്ട അരിയും ഉഴുന്നും അരയ്ക്കാൻ മറന്നു പോയിരിക്കുന്നു. എല്ലാം കൃത്യമായി ഓർത്തു വെച്ചിരുന്ന നല്ലൊരു അടുക്കള മൃഗമായിരുന്നുവല്ലോ ഞാൻ. നാളെ വയ്ക്കേണ്ടത് എന്തെന്ന് ഇന്നേ കണക്ക് കൂട്ടിക്കിടക്കുന്നവൾ. ഇന്നലത്തെ ദുരന്ത നാടകങ്ങൾ ഇന്നത്തെ തീന്മേശയെ വല്ലാതെ നന്നായി ബാധിച്ചിരിക്കുന്നു. അരിയും ഉഴുന്നും തെങ്ങിൻ തടത്തിൽ മറിച്ചു കളയുമ്പോൾ മനസ്സ് വേദനിച്ചു. ഇഡലിയും ദോശയും മറ്റു നല്ല ഭക്ഷണവും കിട്ടാത്ത കുട്ടിക്കാലം അത്ര പെട്ടെന്ന് നീ മറന്നുപോയോ എന്ന് ഉള്ളിലിരുന്ന് ആരോ കുറ്റപ്പെടുത്തി. ഇനി ഏകമാർഗം പുട്ടും പയറും കറിയും ഉണ്ടാക്കുക എന്നതാണ്. ജയദേവന് ബോധിക്കാത്തതാണ് പുട്ട്. അയാൾക്ക് ഇഷ്ടപ്പെടാത്ത വിഭവത്തിൽ ആവി പാറി. പുട്ടുകുറ്റിയിൽ നിന്നും ഒന്നിനെ തള്ളി നിൽക്കുമ്പോഴാണ് ജയേച്ചി മക്കളെയും കൂട്ടി കാറിൽ വന്നിറങ്ങുന്നത്. ജയേച്ചിക്ക് ഇരട്ടക്കുട്ടികളാണ്. മാനസും മാനവും. രണ്ടും ഈ വീട്ടിൽ കിടന്ന് വളർന്ന കുട്ടികളാണ്. ചേച്ചി ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോഴും PG പഠിക്കാൻ പോകുമ്പോഴും ഒക്കെ കുട്ടികൾ രണ്ടും എൻ്റെ കൈകളിലായിരുന്നു. വീട്ടിലപ്പോൾ 4 കുട്ടികൾ. അടിയും ഇടിയും തൊഴിയും മാത്രമേ കാണൂ. തറ തുടച്ചു നടുവൊടിയും. പിള്ളേർക്ക് നദിമാമി എന്ന് വെച്ചാൽ ജീവനാണ്. കേരളത്തിൽ 44 നദികളുണ്ടെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ 45ാമത്തെ നദി എൻ്റെ മാമിയ ടീച്ചറെ എന്ന് പറഞ്ഞ മഹാനാണ് മാനവ്. ജയേച്ചി അമ്മയുടെ മുറിയിൽ കയറി വാതിലടച്ചു. ഞാൻ പുട്ടിന് പൊടി കൂടുതൽ നനച്ചു. പിള്ളേർ കെട്ടിപ്പിടുത്തവും സ്നേഹപ്രകടനവും കഴിഞ്ഞ് കഴിക്കാനൊരുങ്ങുമ്പോഴാണ് അവർ അടുക്കളയിലേക്ക് വരുന്നത്. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട നദി, ഞങ്ങളൊക്കെയില്ലേ. ഞാൻ ജയദേവനോട് സംസാരിക്കാം. ഇന്നലെ അമ്മ പറഞ്ഞത് കേട്ട് എൻ്റെ തല പെരുത്തു. ജയദേവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് അത്ഭുതപ്പെട്ടു. അവരുടെ അനിയനാൽ പീഡിപ്പിക്കപ്പെട്ട പെണ്ണിനോടുള്ള സഹതാപമാണിത്. അവർക്കിതൊരു പുതുമയാണ്. സത്യത്തിൽ ഇതിലും വേദനയേറിയ രാത്രികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അമ്മയോടോ ജയേച്ചിയോടോ പറയാതിരിക്കുന്നത് ജയദേവൻ്റെ മൗനം എനിക്കെതിരെ എന്തോ കാര്യമായി മെനഞ്ഞെടുക്കുന്നുണ്ടെന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ്. എത്ര വലിയ പേമാരി ഉണ്ടായാലും മഴ തോർന്നു കഴിയുമ്പോൾ എല്ലാം പഴയ പോലെയാവും. രക്തങ്ങൾ ഒന്നാവും. രക്തം ചിന്തിയവൾ അന്ന് പറഞ്ഞ ഓരോ വാക്കുകൾക്കും എണ്ണി വിചാരണ ചെയ്യപ്പെടും. ഞാൻ കല്യാണിക്കുട്ടിയമ്മയെയോ ജയേച്ചിയെയോ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എന്നൊരു സ്വാഭാവികമായ സംശയം നിങ്ങൾക്ക് തോന്നാം. അമിതമായ സന്തോഷങ്ങൾ പലതും കഠിന ദുഃഖങ്ങളുടെ മുഖം മൂടി അണിഞ്ഞവരാണ്. അതിനുമുപരി ജയദേവൻ എന്ന അച്ഛനെ മക്കൾക്ക് നഷ്ടപ്പെടരുതെന്ന അതിയായ ആഗ്രഹം. അടുത്തറിയില്ലാത്ത ജീവിതം സമ്മാനിക്കുന്ന ദുരന്തങ്ങൾ എന്നെക്കാളേറെ മറ്റാരാണ് അറിയുക. മക്കൾക്ക് അമ്മ മാത്രമല്ല അച്ഛനും വേണമെന്ന ഉത്തമ ബോധ്യത്തിലാണല്ലോ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അതുകൊണ്ടാവും തകർന്ന ജയദേവനെ കണ്ട് ഞാൻ ഓർത്ത് ചിരിക്കാത്തത്. ശാന്തമ്മയോടും പാത്തുവിനോടും മാത്രമായി ജയദേവൻ്റെ സംസാരങ്ങൾ ചുരുങ്ങി. മറ്റെല്ലാവർക്കും അയാൾ ആരുമല്ലാതായി. കണ്ണൻ അച്ഛനെ ഒരു കുറ്റവാളിയെ പോലെയാണ് കാണുന്നത്. ജയദേവൻ എന്ന അച്ഛനെക്കുറിച്ച് പറയാൻ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് മനസ്സിൽ. പാത്തുവിന് 2 തവണ ന്യൂമോണിയ വന്നിരുന്നു. ആശുപത്രി വരാന്തയിൽ ഉറക്കമില്ലാതെ അയാളും ഞാനും ഒറ്റപ്പെട്ട അകന്ന ബന്ധുക്കളെ പോലെയിരുന്നു. അച്ഛനാണ് അവൾക്കെല്ലാം. പെൺമക്കൾ അച്ഛനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നത് സ്വാഭാവികമല്ലേ. അസുഖം വന്നാൽ അവൾ അച്ഛൻ്റെ മടിയിൽ കിടന്നുറങ്ങും. അച്ഛൻ തന്നെ അവൾക്ക് വാരി കൊടുക്കണം. പനി മാറുവോളം ജയദേവൻ വർക്ക്ഷോപ്പിൽ പോലും പോവില്ല. അവൾ കരയുന്നത് പോലും അച്ഛാന്ന് വിളിച്ചാണ്. ക്ലാസ്സിലെ കുട്ടികളെക്കുറിച്ച് ടീച്ചർമാരെക്കുറിച്ച് പറയുന്നത് ഒരു സുഹൃത്തിനെ പോലെ അയാൾ കേട്ടിരിക്കും. ലാളിനേക്കാൾ കരുതലുള്ള അച്ഛൻ അവൾക്കൊരു സൂപ്പർ ഹീറോയാണ്. ശാന്തമ്മയുടെ ഉണക്കക്കോലെന്ന വിളി ഒരിക്കലും ജയദേവനടുത്തുണ്ടാവുമ്പോൾ ഉണ്ടാവാറില്ല. വലിയ കുട്ടിയായപ്പോൾ പാത്തു അച്ഛനെയാണ് ആദ്യം അറിയിച്ചത്. അവളുടെ ആർത്തവ സമയമൊക്കെ ജയദേവന് കൃത്യമായി അറിയാം. അന്ന് സാനിറ്ററി നാപ്കിൻ്റെ 2 പാക്കറ്റും നാരങ്ങയും ഐസ്ക്രീമൊക്കെ വാങ്ങി വരും. അവളുടെ ഒരു വിഷമം കറുത്തുപോയല്ലോ എന്നത് മാത്രമാണ്. കറുപ്പിന് എത്ര അഴകുണ്ടെന്ന് പറഞ്ഞു കൊടുത്താലും അവൾക്കത് മനസ്സിലാവില്ല. അച്ഛനും കറുപ്പല്ലേ എന്ന ഒറ്റ വാക്കിൽ അവൾ ചിരിക്കും. ഇതുപോലെയൊരു അച്ഛനെ എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. ഞാനൊക്കെ വലുതായതൊന്നും ആരോടും പറഞ്ഞിരുന്നില്ല. രക്തം കണ്ടപ്പോൾ ഇതെന്തോ അസുഖമാണെന്നായിരുന്നു കരുതിയത്. പെട്ടെന്ന് മരിച്ചു പോകുമെന്നൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. കണ്ണൻ എപ്പോഴും വലിയ ആളുകളുടെ സ്വഭാവമാണ്. അച്ഛനെ അവൻ പല കാര്യത്തിലും മുതിർന്നവരെ പോലെ ഉപദേശിക്കും. പ്ലാസ്റ്റിക് നിരോധനം വീട്ടിൽ കർശനമാണ്. ജയദേവൻ മദ്യപിച്ച് വരികയാണെങ്കിൽ അന്ന് കൂടുതൽ വൈകിയേ വരൂ. മക്കൾ ഉറങ്ങുന്ന സമയം കണക്കാക്കി മാത്രമേ മദ്യപിക്കൂ. പൂന്തോട്ടം പരിപാലിക്കുന്നത് മക്കളും അച്ഛനും കൂടിയാണ്. ഇതൊക്കെ ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരിക്കും. ഞാൻ അച്ഛാന്ന് സ്നേഹത്തോടെ വിളിച്ചതായി ഓർമ്മയിൽ പോലുമില്ല. അച്ഛനെന്ന് പറയുമ്പോൾ പോലും അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ ചേട്ടായി മുടിച്ചീവി തരികയായിരുന്നെന്നും
റിബണിൽ ഒരു ചുവന്ന പൂവുണ്ടാക്കി തന്നിരുന്നു എന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ജയദേവന് നഷ്ടപ്പെട്ടത് ലൈംഗികത മാത്രമല്ല, അയാളുടെ വ്യക്തിത്വത്തിന് നാൾക്കുനാൾ പോറലേൽക്കുന്നു. മകൻ അമ്മ പാത്തുവിൻ്റെ കൂടെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്ത് കണ്ട ഭാവമാറ്റം, എല്ലാവരും അകറ്റി നിർത്തിയതുപോലെ മകനും തന്നെ മാറ്റി നിർത്തിയെന്നുള്ള വേദന കണ്ണിൽ പ്രതിഫലിച്ചിരുന്നു. ഇനി ജയേച്ചിയുടെ ഉപദേശം കൂടി കേട്ട് അയാൾ ഒന്നുകൂടി ചെറുതാകും. ജയേച്ചി വന്നതിനാൽ മീൻ തേങ്ങ അരച്ചു വെച്ചു, പൊരിച്ചു, പച്ചക്കറി ഉണ്ടാക്കി, പപ്പടം, തോരൻ എല്ലാം അടുക്കളയിൽ നിറഞ്ഞു. അതിനിടയിൽ ശാന്തമ്മ മാനസിനെ വഴക്കു പറഞ്ഞു. കുറേ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുമെങ്കിലും ആരെങ്കിലും വഴക്കു പറഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് നിശബ്ദരാകും. ആരും കാണാതെ സോഫയുടെ പിറകിലിരുന്ന് രണ്ടാളും കരയും. ഒരാളെയാണ് അടിക്കുന്നതെങ്കിൽ പോലും രണ്ടാളും കരയും. പിള്ളേരുടെ അച്ഛനൊക്കെ കേൾക്കാതായാൽ തന്നെ ഞാൻ സോഫയ്ക്ക് പിന്നിൽ ചെന്ന് നോക്കും. അവിടെ രണ്ടുപേരും തലക്കുമ്പിട്ടിരിപ്പാണ്. കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ഒരുപാട് വെള്ളം ചാടിയിട്ടുണ്ട്. ഞാൻ കാര്യം തിരക്കി. നദിമാമിയുടെ അമ്മയോട് വീട്ടിൽ പോകാൻ പറയുമോ? മാനവ് വിതുമ്പിയാണ് പറഞ്ഞത്. മാമിയുടെ അമ്മ എന്ത് പറഞ്ഞു? ഞാൻ അവരുടെ കണ്ണുനീര് തുറച്ച് ചോദിച്ചു. മാനസിനെ അസത്തേന്ന് വിളിച്ചു, എന്നെ എടാന്നും വിളിച്ചു. ഗൗരവകരമായ കുറ്റമാണ്. അമ്മയ്ക്ക് എല്ലാവരോടും അങ്ങനെ വിളിച്ചാണ് ശീലം. അവർക്ക് ശാന്തമായോ സ്നേഹമായോ സംസാരിക്കാൻ അറിയില്ല. ജയദേവനെ മാത്രമാണ് മോനെ എന്ന് വിളിച്ചിട്ടുള്ളത്. ഞാൻ രണ്ടാളോടും മാപ്പ് പറഞ്ഞു. അലിയുന്ന മട്ടില്ല. ഓര് ഇവിടുന്ന് പോവോ? മാനസ പതുക്കെ ചോദിച്ചു. എൻ്റെ ആഗ്രഹം കൂടിയാണ് കുട്ടികൾ പറയുന്നത്. നമുക്ക് വഴിയുണ്ടാക്കാം. ഇന്ന് തന്നെ മാമിയുടെ അമ്മയോട് പോവാൻ പറയണം. അവർക്ക് പൊരിച്ച മീൻ കൊടുക്കണ്ട. മാനവ് തന്നെ വഴി കണ്ടെത്തി. ഞാൻ ഓക്കേ എന്ന് തലയാട്ടി. രണ്ടാളും തീന്മേശയിൽ കൈ കഴുകിയിരുന്നു. ശാന്തമ്മയുടെ മീൻ രണ്ടാൾക്കും ഭാഗിച്ചു കൊടുത്തു. കുട്ടികൾ കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും ജയദേവൻ വന്നു. ജയേച്ചിയും ജയദേവനും പുറത്തിരുന്ന് ചർച്ച ചെയ്യുകയാണ്. ചേച്ചി തർക്കിക്കുന്നതും ജയദേവൻ സമാധാനം പറയുന്നതും പിള്ളേർക്ക് മീനിൻ്റെ മുള്ളെടുത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ നോക്കിയിരുന്നു. ഇടയ്ക്ക് വെച്ച് സമ്മേളനത്തിൽ കല്യാണിക്കുട്ടിയമ്മയും ചേർന്നു. യോഗം പിരിയുന്ന മട്ടില്ല. ശാന്തമ്മ ജനലിലൂടെ പാത്തും പതുങ്ങിയും അവർ പറയുന്നത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നു. മാമി, പൊരിച്ച മീൻ കൊടുത്തു പോവരുത്. മാനവ് എന്നെ നോക്കി കണ്ണുരുട്ടി പറഞ്ഞു. ഞാൻ കൊടുക്കില്ലെന്ന് തലയാട്ടി. അവിടെ യോഗം പിരിച്ചുവിട്ടു. പിള്ളേർ കഴിച്ചു കൈ കഴുകി. സമ്മേളനക്കാർ കഴിക്കാനിരുന്നു. കൂടെ ശാന്തമ്മയും. മാനവ് മാനസിൻ്റെ അംഗം വിട്ടു പോകുന്നില്ല. പച്ചക്കറി വന്നു, മീൻകറി വന്നു. തോരനും പപ്പടവും കടന്ന് പൊരിച്ച മീൻ ശാന്തമ്മയുടെ പ്ലേറ്റിലേക്ക് പോകുന്നുണ്ടോ എന്നറിയാൻ രണ്ടാളും കണ്ണും കൂർപ്പിച്ച് നിൽക്കുകയാണ്. ശാന്തമ്മ മീൻ എടുത്തതും മാനസ് സോഫയ്ക്ക് പുറകിൽ കരഞ്ഞുകൊണ്ട് പോയിരുന്നു. കൂടെ മാനവും. ജയേച്ചി കാര്യം അന്വേഷിച്ചു. മാനവ് എന്നെ നോക്കി കൊല്ലുകയാണ്. ജയേച്ചി അവിടെയും ഒരു സമാധാന സമ്മേളനം നടത്തി തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ചു. നദി, നീയും കഴിക്കേ? വേണ്ട, വിശപ്പില്ല, കുറച്ച് കഴിയട്ടെ. എല്ലാവരും കഴിച്ച് തീരാറായപ്പോൾ ജയേച്ചി പറഞ്ഞു തുടങ്ങി. ജയദേവ, കാര്യം നിൻ്റെ അമ്മയൊക്കെ തന്നെ. എൻ്റെ അമ്മയെയോ പിള്ളേരെയോ ഭരിക്കാൻ വന്നാൽ ചിലപ്പോൾ എൻ്റെ സ്വഭാവം മാറും. ഇത് കേട്ടപാടെ രണ്ടും സോഫയുടെ പിന്നിൽ നിന്നും ഓടി വന്നു. അസത്തെ, എടാ എന്നൊക്കെ വിളിച്ചാൽ പ്രത്യേകിച്ചും. ശാന്തമ്മയെ ഉന്നം വെച്ച് പറഞ്ഞ് ജയേച്ചി വെള്ളം കുടിച്ചു. പിള്ളേരെ നിലയ്ക്ക് നിർത്തി വളർത്തണമടി. എന്തൊരു ഒച്ചയോ അസത്തുക്കൾ. ജയേച്ചിക്ക് എല്ലാം നിയന്ത്രണവും പോയി. ആഹാ, എൻ്റെ കുട്ടികളെ എൻ്റെ മുന്നിൽ തന്നെ തെറി വിളിക്കുന്നോ? ജയദേവ, ഞാൻ വല്ലതും പറയുവേ? പിന്നെ വാക്കിൻ്റെ പോരാണ്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന കുറ്റവും കുറവുമൊക്കെ വിളിച്ചു പറഞ്ഞു. കല്യാണിക്കുട്ടിയമ്മയും കൂടെ കൂടി. രണ്ടു കുട്ടികളെ ഇതൊക്കെ കണ്ട് അത്ഭുതത്തോടെ നിന്നു. ഞാൻ ജയേച്ചിയെയും ജയദേവൻ ശാന്തമ്മയെയും സമാധാനിപ്പിച്ചു. യുദ്ധം അവസാനിക്കുന്നത് പിള്ളേർ കേൾക്കാൻ കൊതിച്ച ശാന്തമ്മയുടെ വാക്കിലാണ്. ഞാൻ ഈ വീട്ടിൽ ഒറ്റ നിമിഷം നിൽക്കില്ല. മോനെ ജയദേവ, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാനിതെല്ലാം സഹിച്ചു നിന്നത്. ശാന്തമ്മ മുറിയിൽ കയറി ബാഗ് എടുത്തു വന്നു. ജയദേവൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പുള്ളിക്കാരി മരുമകൻ്റെ കയ്യിൽ നിന്നും 200 രൂപയും വാങ്ങി നടന്നു. ഞാനൊന്നും പറയാൻ പോയില്ല. പിള്ളേർ ജയേച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ്. പിറകിൽ കൈകെട്ടി പല്ല് കടിച്ച് മാനവ് എന്നോട് ചോദിച്ചു, എന്തിനാ പൊരിച്ച മീൻ അവർക്ക് കൊടുത്തേ? ഞാൻ കൊടുത്തതല്ലോ, അവരെടുത്തതല്ലേ. എടുക്കുമ്പോൾ പറയണം. മാനവിനെ അസത്തേന്ന് വിളിച്ചതിനും പിന്നെ എടാന്ന് വിളിച്ചതിനും മീനെടുക്കണ്ടാന്ന്. അവൻ്റെ നീട്ടിപ്പറച്ചിലും മുഖഭാവവും കണ്ട് എനിക്ക് ചിരി വന്നു. സോറി, ഇനി മാമി പൊരിച്ച മീൻ കൊടുക്കൂല, സത്യം. ഞാനവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. നദിമാമിയെ, പറയാനുള്ളത് പറയണം, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. മീൻ പോവും, മനസ്സിലായോ? ഒരു 4ാം ക്ലാസ്സുകാരനിൽ നിന്നും 30 കഴിഞ്ഞ ഞാൻ ജീവിത തത്വം പഠിക്കുകയാണ്. പറയാനുള്ളത് മടിക്കാതെ പറയാൻ എനിക്കെപ്പോഴാണ് കഴിഞ്ഞിട്ടുള്ളത്? മാനസ് മൊബൈലെടുത്ത് ഗെയിം കളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ മുഖപുസ്തകത്തിലെ അറിയിപ്പിലേക്ക് നോക്കുന്നത്. മഠത്തിൽ മഹേന്ദ്രൻ നിങ്ങളുടെ സൗഹൃദത്തിനായുള്ള അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ മനസ്സിൽ 1000 പൂമ്പാറ്റകൾ ഒന്നിച്ച് പറന്നുവെന്നോ അടിവയറ്റിലൊരു മഞ്ഞുകട്ട ഉരുകിയെന്നോ എന്തോ പറയേണ്ടതെന്നറിയില്ല. എനിക്ക് ചുറ്റും പൂർണ്ണ നിശബ്ദതയാണ്. മനസ്സിൽ ഇളയ രാജ ഈണമിട്ടു. വാക്കുകൾ വറ്റിയൊരു പെണ്ണ് അവൾക്കിഷ്ടമുള്ള പോലെ ചുവന്ന സാരി എടുത്ത് നദിക്കരയിൽ ഇരിക്കുകയാണ്.
വേദനയുടെ തിരകൾ തുഴഞ്ഞു തുഴഞ്ഞ് ഏതോ ഒരു തോണിക്കാരൻ അവളെ മറുകരയിലെത്തിക്കാൻ ശ്രമിക്കുകയാണ്. കാത്തിരിക്കാൻ മറന്നു പോകുന്ന ദിവസം വീട്ടിലെത്തുന്ന അതിഥിയുടെ തിളക്കമുണ്ട് മഹേന്ദ്രൻ്റെ മുഖപുസ്തകത്തിന്. ചെമ്പരത്തിക്കാടുള്ള ചിത്രങ്ങൾ, പുസ്തകത്തിൻ്റെ പ്രകാശന ചിത്രങ്ങൾ, പ്രിയപ്പെട്ടതെന്ന് തോന്നിക്കുന്ന കുറച്ചു പേരുടെ നിരൂപണങ്ങൾ, ഇടയ്ക്ക് വല്ലതും എഴുതാറുണ്ടെന്ന് തോന്നിപ്പിക്കാൻ മാത്രം കുറിച്ച വരികൾ, അതിൽ ചുരുക്കം ചില അഭിപ്രായങ്ങൾ. മെസ്സഞ്ചറിൽ കയറി മഹേന്ദ്രൻ്റെ മൊബൈലിൽ ചെന്ന് വീഴാൻ ആഗ്രഹിച്ചു. പക്ഷേ ഒരു മുൻ പരിചയവുമില്ലാത്ത സ്ത്രീ സന്ദേശം അയച്ചാൽ അദ്ദേഹം എന്തു കരുതും? ചിലപ്പോൾ പലതരത്തിൽ ആ സന്ദേശം അയാൾ വായിച്ചെന്ന് വരും. ഒരു എഴുത്തുകാരൻ എപ്പോഴും നല്ലൊരു വായനക്കാരനായിരിക്കുമല്ലോ. മാമിയെ ഗെയും മാനവ് കെഞ്ചി. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയട്ടെ. എനിക്കിത് തരാൻ മനസ്സില്ല. തന്നാലേ എൻ്റെ മീന് പോവും. ഞാൻ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. മാനവും വീഴ്ച നോക്കി. അവന് എൻ്റെ ഭാഷ പെട്ടെന്ന് പിടികിട്ടിയില്ല. മുറിയിലിരുന്ന മുഖചിത്രം വലുതാക്കി. കഴുത്തിലെ മഞ്ചാടി വലിപ്പത്തിലെ മറുക്, കാപ്പിപ്പൊടി കണ്ണ്, ചുരുളൻ മുടി, ഇളം മഞ്ഞ നിറമുള്ള ഷർട്ടിൽ ചുവന്ന ചെമ്പരത്തി. അയാൾ ചിരിക്കുകയാണ്. പുസ്തകത്തിലെ അബൂട്ടിയെ ചെമ്പരത്തിയുള്ള ഷർട്ടണിച്ച് ഞാൻ കടൽക്കരയിൽ ചെന്ന് നിന്നു. മൈമുനയെ കണ്ട ദുഃഖഭാരത്തിൽ അയാളുടെ കണ്ണുകൾ മണൽത്തരികളെ നനച്ചു. അവിഹിതമെന്ന് മൈമുനയും വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു. അയാൾ ഒന്നിനും ഉത്തരം പറയാതെ ജോലിക്ക് പോയി. മകനുമായി ചിത്രം വരച്ചു. ആഴ്ചയിൽ 4 വട്ടം അച്ചുവിൻ്റെ കൂടെ കടൽ കണ്ടു. ചിലപ്പോൾ അവളുടെ വീടും. മൈമുനയുടെ വാപ്പ വന്നു, മുസ്ലിയാർ വന്നു. അബൂട്ടി ആർക്കും ഒരു ഉത്തരവും നൽകിയില്ല. പ്രശ്നം ഹിന്ദു സ്ത്രീയുമായുള്ള അവിഹിതമാണ്. അവർ അതാണ് ചർച്ച ചെയ്യുന്നത്. മൈമുന അവർക്ക് ചായ ഉണ്ടാക്കി. അബൂട്ടിക്ക് ഭക്ഷണം പാകം ചെയ്യാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. വച്ച് വിളമ്പിത്തരാൻ മറ്റവൾ കാണുമല്ലോ എന്ന് പറയാൻ പ്രതിഷേധിക്കാൻ അവൾക്ക് തീർച്ചയായും അരിയുടെ അളവ് കുറച്ചേ പറ്റൂ. മോൻ ആരാ അച്ചായി മറ്റവൾ എന്ന് ചോദിച്ച ദിവസമാണ് അബൂട്ടി അച്ചുവിനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നത്. തന്നെ കൂടുതൽ സ്നേഹിക്കുന്ന 2 സ്ത്രീകൾക്കിടയിൽ അയാളൊരു നിയമപുസ്തകം എഴുതുകയാണ്. മൈമുനയ്ക്ക് വേണ്ടി മാത്രം അയാളോട് സംസാരിക്കാൻ ഹോസ്പിറ്റലിലും വീട്ടിലും ഒരുപാട് പേരുണ്ടായിരുന്നു. അച്ചുവിൻ്റെ വീട്ടുകാരോട് ഒരു ഒത്തുതീർപ്പിന് മൈമുന പോവുകയും ഒരു 4ാം വേദക്കാരൻ്റെ കൂടെ കഴിഞ്ഞ പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവർ അയക്കുകയും ചെയ്തു. അച്ചുവിന് വേണ്ടി സംസാരിക്കാൻ ആരും വന്നില്ല, വരികയുമില്ല. എല്ലാവർക്കും അവൾ ഭർത്താവിനെ വിവാഹമോചനം ചെയ്തതിനോടും അബൂട്ടിക്കൊപ്പം ജീവിക്കുന്നതിനോടും എതിർപ്പാണ്. അയാൾ അച്ചുവിനൊപ്പം ഇരിക്കണോ അതോ മൈമുനയ്ക്കൊപ്പം ഇരിക്കണോ എന്നറിയാതെ കുഴങ്ങി. ഞാനും. ഇപ്പോൾ മക്കൾക്കൊപ്പം ഇരിക്കാം. പാത്തുവും കണ്ണനും സ്കൂളിൽ നിന്ന് വന്നു. അവർ ജയേച്ചിയെ കണ്ട സന്തോഷത്തിലാണ്. കുട്ടികൾക്ക് ചായയും പലഹാരങ്ങളും വിളമ്പി. കണ്ണനിന്ന് കാപ്പി കുടിക്കണമെന്ന് മോഹം പറഞ്ഞു. ഞാൻ കാപ്പിപ്പൊടി നന്നായി മണത്തു. അമ്മ ഇന്ന് നല്ല മൂഡിലാണല്ലോ. മൂത്തമ്മ വന്ന സന്തോഷത്തിലാണോ? ഇന്നോളമില്ലാത്ത സന്തോഷം, ഒരു ഉണർവ്. എന്നെ കേൾക്കാൻ ദൂരെ ആരോ ഒരാളുണ്ടെന്ന തോന്നൽ. ചിറകില്ലാതെ പറക്കുന്നുവെന്നോ മുകളിലോ താഴെയോ അല്ലെന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കെന്നെ വിശേഷിപ്പിക്കാം. കാലങ്ങളായി ശ്മശാന മൂകതയിൽ കിടന്ന പറക്കാത്ത പട്ടത്തിന് കാറ്റുള്ള ആകാശം കിട്ടിയ അവസ്ഥയെ പറഞ്ഞു ഫലിപ്പിക്കുക ബുദ്ധിമുട്ടാണ്. മാനവനെ കൂട്ടി ഞാൻ പൂന്തോട്ടത്തിൽ പോയി കുറേ പൂക്കൾ പറിച്ച് അവനെ അലങ്കരിച്ചു. അവൻ്റെ ചെവിക്കിരുവശവും മഞ്ഞ ജമന്തികൾ തിരുകി വയലറ്റ് ഓർക്കിഡിനോട് ചേർത്ത് നിർത്തി. മാനവ് ഉറക്കെ ഉറക്കെ ചിരിച്ചു. ജയേച്ചി എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. നമ്മൾ ശാന്തമ്മയെ ഓടിച്ചേ. ജയേച്ചിയുടെ കൈകോർത്ത് ചാടുകയാണവൻ. അതെ, ഇന്ന് ശാന്തമ്മ പിണങ്ങി പോകാനുള്ള കാരണം കുട്ടികളാണ്. ജയേച്ചി സോഫയ്ക്ക് പിറകിൽ പോയി 2 ആളോടും പറഞ്ഞു കാണും നമുക്കവരെ ഓടിക്കാമെന്ന്. സത്യത്തിൽ അസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മാനവ് ഞങ്ങൾ 2 ആളോടും കൂടി ചോദിച്ചു. ന്യായമായ ചോദ്യം തന്നെ. അസത്തിൻ്റെ അർത്ഥവും അതൊരു തെറി തന്നെയാണോ എന്നറിയാൻ നമുക്ക് തെറികളുടെ ചരിത്രവും തിരയേണ്ടതുണ്ട്. അമ്മ എന്നെ കൂടുതൽ അഭിസംബോധന ചെയ്തിട്ടുള്ളത് ആ പേരിലാണ്. അതിൻ്റെ അർത്ഥം അമ്മയ്ക്ക് തന്നെ അറിയുമോ എന്നറിയില്ല. എങ്കിലും അമ്മ പറഞ്ഞ ഈ സ്വാഭാവികമായ ഒരു വാക്കുപോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിഷ്കളങ്കമായ ബാല്യമുള്ള മാനസിനോടും എനിക്ക് അസൂയ തോന്നി. അവൻ്റെ വീടിൻ്റെ താളം എന്നും സന്തോഷത്തിൻ്റെതായിരിക്കട്ടെ. പാത്തു സ്വാതന്ത്ര്യദിനത്തിനുള്ള പതാക തയ്യാറാക്കുകയാണ്. ഞാനും കൂടെ കൂടി. വെളുത്ത തുണിയിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ 3 വരകൾ വരച്ചു. മുകളിൽ പ്രണയത്തിൻ്റെ ചെമ്പരത്തിച്ചോപ്പ് ചേർത്തു. താഴെ പ്രതീക്ഷയുടെ പച്ചപ്പ് വരച്ചു. സമാധാനത്തിൻ്റെ വെണ്മയിൽ പാത്തു ശോകമില്ലാത്തൊരു ചക്രം വരച്ചു. ഉണങ്ങാത്ത മരത്തിൻ്റെ കൊമ്പ് വെട്ടി ഞാനതിൽ പതാക ചേർത്ത് കെട്ടി. അവളത് കയ്യിലേന്തി നിന്നപ്പോൾ ഞാനൊരു രാജ്യത്തെ തന്നെ കണ്ട് കണ്ണു കലങ്ങി നിന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായൊരു സ്വാതന്ത്ര്യ പതാക പാറിയ പോലെ. ജയേച്ചി എന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ സന്തോഷത്തിൻ്റെ കാരണമായിരിക്കുമോ അവരന്വേഷിക്കുന്നത്? അല്ലെങ്കിൽ അവളെല്ലാം മറന്നു കാണുമെന്ന് കരുതുന്നുണ്ടാവുമോ? നദി, ജയദേവന് നല്ല കുറ്റബോധമുണ്ട്. ഏതോ ഒരു പ്രത്യേക നിമിഷത്തിൽ ചെയ്തു പോയതാണ്. ഒരു പെണ്ണായി എനിക്ക് നിന്നോടിത് പറയാൻ പാടുണ്ടോ എന്നറിയില്ല. നീ അവനോട് ക്ഷമിക്കണം. പഴയ പോലെ സന്തോഷമായി കഴിയണം. പഴയ പോലെ സന്തോഷമായോ? ഞാൻ മനസ്സിൽ പറഞ്ഞു ചിരിക്കുകയാണ്.
എൻ്റെ ഇത്തരം പരിഹാസച്ചിരിയെ നോക്കി ജയേച്ചി വീണ്ടും പറഞ്ഞു. പിള്ളേരെ ഓർത്തെങ്കിലും താലി അണിയണം. ഞാൻ ജയേച്ചിയെ സൂക്ഷിച്ചു നോക്കി. ജയേച്ചിയുടെ കഴുത്തിൽ താലിയില്ല. എൻ്റെ നദി, ഞാനത് ഡിസൈൻ മാറ്റം കൊടുത്തതാ, അല്ലാതെ അഴിച്ചു വെച്ചതല്ല. എൻ്റെ 2 പിള്ളേരാണ് സത്യം. താലി ജയദേവൻ്റെ അലമാരയിലാണ്. ഇപ്പോൾ എനിക്കത് ഒരുപാട് ഭാരമാണ്. ഞാനൊരു ഗർഭപാത്രം തിരയുകയാണ്. എനിക്ക് വീണ്ടും ഒരു ഭ്രൂണമാവണം. എൻ്റെ വരവിനെ കാത്തിരിക്കുന്ന, പിറക്കുന്നത് പെണ്ണാവണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം വേണം. ഭൂമിയിൽ ഞാനെത്തുമ്പോൾ സന്തോഷത്തിൻ്റെ കണ്ണുനീര് തുടച്ച് ഏറ്റുവാങ്ങുന്ന മുത്തശ്ശി വേണം. എൻ്റെ ഓരോ വളർച്ചയിലും ആനന്ദിക്കുന്ന, തെറി പറയാത്ത അമ്മയെ വേണം. ഒരിക്കലും വീട് വിട്ടു പോവാത്ത അച്ഛനെ വേണം. കൗമാരത്തിൽ ചതിക്കാത്ത കാമുകനെ വേണം. അയാളെ തന്നെ കല്യാണം കഴിക്കണം. അവൻ്റെ കണ്ണിൽ വറ്റാത്ത പ്രണയത്തിൻ്റെ കാപ്പി മണം വേണം. ചിലപ്പോഴെങ്കിലും എന്നെയൊന്ന് കൗതുകത്തോടെ നോക്കിയിരിക്കണം. എന്നെങ്കിലും എനിക്കൊരു പ്രണയലേഖനം എഴുതണം. എൻ്റെ ഗർഭകാലത്ത് ഒരിക്കലെങ്കിലും നീരുവന്ന കാല് ഒഴിഞ്ഞു തരണം. മക്കളാവുമ്പോൾ എന്നെയും കൊഞ്ചിക്കണം. അവരൊക്കെ വളർന്നു വലുതായി പുതിയ ജീവിതം തേടി പോകുമ്പോൾ ഒരു നഷ്ടബോധവുമില്ലാതെ യാത്രയാക്കണം. നമുക്ക് നമ്മളിലേടിയെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കണം. പിന്നെ ഈ ഒരു നാൾ അയാൾക്കൊപ്പമോ അയാൾക്ക് മുൻപോ എനിക്ക് മരിക്കണം. ആഗ്രഹങ്ങളുടെ കൊട്ടയ്ക്ക് കനം കൂടുതലാണ്. എന്തോ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വേണമെന്ന് തോന്നൽ. ആസ്വദിക്കാൻ ആളില്ലാത്തിടത്ത് ചുരുങ്ങിപ്പോയ വികൃതികളുണ്ട് എൻ്റെ മനസ്സിൽ. ഇന്ന് മാനസവും കൺമുന്നിൽ തരുന്ന സന്തോഷമുണ്ടല്ലോ. കണ്ണനെയോ പാത്തുവിനെയോ ഞാനൊരിക്കലും ഇങ്ങനെ ആസ്വദിച്ച് നിന്നിട്ടില്ല. രാത്രിയിലെ ഭക്ഷണമൊക്കെ തയ്യാറാക്കിയത് ജയേച്ചിയാണ്. കണ്ണനാണ് ചപ്പാത്തി പരത്തുന്നത്. എന്നെ അടുക്കളയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ഞാൻ ചെമ്പരത്തിക്കാടുകൾ തുറന്നു. 2 നായികമാർക്കിടയിൽ 2 മതത്തിൽ കുടുങ്ങി നിൽക്കുന്ന അബൂട്ടിയെ വായിച്ചു തുടങ്ങി. അബൂട്ടിക്ക് വേണ്ടി അച്ചു ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ്. എന്നെപ്പോലെ തന്നെ ഒരു തൂങ്ങി മരണം. അവളുടെ കഴുത്ത് മുറുക്കുകയും കണ്ണ് പുറത്ത് തള്ളുകയും ചെയ്തപ്പോഴാണ് അബൂട്ടി അത് കാണുന്നത്. അവിടെയും അച്ചുവിന് ദൈവം മരണം വിധിക്കുന്നില്ല. അവളുടെ ചിറക് വീണ്ടും തുന്നിയെടുക്കുകയാണവൻ. 2 തവണ മരണം കൺമുന്നിൽ കണ്ടവൾ. ഞാനപ്പോൾ അച്ചുവിട്ട കുടുക്കിനെ കുറിച്ച് ഓർത്തു. എന്നെപ്പോലെ അവൾക്കും എവിടെയോ പാളി. കണ്ണൻ്റെ വാക്കുകൾ എന്നെ വന്ന് ശാസിച്ചു. ഇല്ല, ആത്മഹത്യയെക്കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. ജയേച്ചി ഉറങ്ങിയ മക്കളെ എടുത്തു പോയി. കണ്ണൻ ഹോംവർക്ക് ചെയ്യുകയാണ്. പാത്തു ഉറങ്ങി. കല്യാണക്കുട്ടിയമ്മ ജയദേവനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. 2 ദിവസമായി അയാൾക്ക് നഷ്ടപ്പെട്ട ലൈംഗികത, അല്ല നായാട്ട്. ഞാനെന്ന ഇര. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇരയെന്ന പ്രയോഗം ഏതു പെണ്ണിനായിരിക്കും ആദ്യം ലഭിച്ചിരിക്കുക? താനൊരു ഭക്ഷണമാണോ എന്നൊരു ചോദ്യം അവളോട് അവൾ തന്നെ എത്ര തവണ ചോദിച്ചു കാണും. സിംഹത്തിനേതോ മാൻ ഇരയായതുപോലെ ഇരയെ വലിച്ചു കീർത്തിഞ്ഞെന്ന സിംഹം ആഹാര ശൃംഖലയിലെ ഏതോ ഒരു കണ്ണിയാണ്. അത് ആവാസ വ്യവസ്ഥയുടെ നിയമമാണ്. അതുപോലെയാണോ ഇത്? മനുഷ്യനെ ഭക്ഷണമാക്കാറുണ്ടോ? ഇര ആക്രമിക്കപ്പെട്ടവൾ. ഇതിനേക്കാൾ മികച്ചതല്ലേ അവൾക്ക് അവളുടെ പേര് മാത്രമാണോ സ്വകാര്യത? അവളുടെ ദുരനുഭവത്തെ വീണ്ടും വീണ്ടും പറഞ്ഞു പുതുക്കുന്നത് അവളെ ഒരിക്കലും വേദനിപ്പിക്കുകയില്ലെന്നാണോ? ഞാൻ കണ്ണടച്ച് എന്നെ തിരിഞ്ഞു നോക്കുകയാണ്. എനിക്ക് ഇന്ന് തീരെ വേദനിക്കാൻ വയ്യ. ഒരിക്കലും വേദനിക്കാൻ താല്പര്യമില്ലാത്ത മനസ്സുമായാണ് ഞാൻ രാത്രിയെ നോക്കിയിരിക്കുന്നത്. സഹതാപപൂർവമല്ലാതെ നക്ഷത്രങ്ങൾ എന്നെ നോക്കി കണ്ണു ചിമ്മിയിട്ടില്ല. രാത്രിയോളം ഇരുണ്ടുപോയ ജയദേവൻ്റെ മുഖം എനിക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. ഈ മുറിയിൽ കയറിയാൽ അയാൾ മനുഷ്യനല്ലാതായി മാറും. ഞാനൊരു സെക്സ് ഡോൾ മാത്രമാണെന്ന് അയാൾ കരുതും. ഒരു സ്ത്രീ നാണത്തോടെ, ചുണ്ടിൽ വർണ്ണിക്കാനാവാത്ത പുഞ്ചിരിയോടെ നൽകേണ്ട ശരീരത്തെ അയാൾ ആക്രമിച്ച് നേടിയെടുക്കും. അയാളുടെ കാലനക്കം എൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടി. അച്ഛനോടൊപ്പം കണ്ണൻ അപ്രതീക്ഷിതമായി മുറിയിൽ കയറി വന്നു. എൻ്റെ മടിയിൽ തലവച്ച് കിടന്ന് അവനേതോ ബുക്ക് വായിക്കാൻ തുടങ്ങി. ജയദേവൻ എന്ത് ചെയ്യണമെന്നറിയാതെ മുറിയിൽ വന്നും പോയും ഇരുന്നു. അച്ഛൻ്റെ വരവും പോക്കും നോക്കി അവൻ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് എന്ത് വിഷമം ഉണ്ടായാലും എന്നോട് പറയാം. ഞാൻ അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് വെറുതെ ചിരിച്ചു. കണ്ണ, നിനക്ക് കിടക്കണ്ടേ? 2 ദിവസം കേൾക്കാതിരുന്ന ജയദേവൻ്റെ ശബ്ദം. ഗുഡ് നൈറ്റ് പറഞ്ഞു മുറിക്ക് പുറത്തിറങ്ങുമ്പോൾ കണ്ണൻ്റെ വഴിമുടക്കി ജയദേവൻ നിന്നു. അച്ഛനെ ഇമ്മയെ അനക്കാതെ അവൻ നോക്കി. ജയദേവൻ കണ്ണനെ കെട്ടിപ്പിടിച്ചു. അവർ രണ്ടാളും ഉറങ്ങിക്കിടന്ന പാത്തുവിനെയും എഴുന്നേൽപ്പിച്ച് ഫ്രിഡ്ജിലെ ഐസ്ക്രീം എടുത്ത് മുറിയിൽ വന്നു. അമ്മയ്ക്ക് കൊടുക്കച്ചാ, കണ്ണൻ പറഞ്ഞു. പാത്തു ഏറ്റുപിടിച്ചു. മക്കളുടെ മുന്നിൽ വെച്ച് ജയദേവൻ ഐസ്ക്രീം എൻ്റെ വായിൽ വെച്ച് തന്നു. പാത്തുവും കണ്ണനും കൈയടിച്ചു. ആഹാ, ഞങ്ങളെ കൂട്ടാതെ നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് തിന്നുവാണോ? ജയേച്ചിയും മക്കളും ശബ്ദം കേട്ടു വന്നു. ഞാനും തരാം നദിമാമിക്ക്. മാനവ് ഒരു സ്പൂൺ നിറയെ ഐസ്ക്രീം കോരി അവൻ്റെ തന്നെ വായിലിട്ടു. എല്ലാവരും ചിരിച്ചു. അച്ചമ്മയെ കൂടി വിളിക്കായിരുന്നു. പാത്തു അച്ചമ്മയെ ഓർത്തു. മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, അച്ചമ്മ ഉറങ്ങട്ടെ. ജയേച്ചി ഇത് പറഞ്ഞതും അമ്മമ്മയുടേതും ഞാൻ തന്നെ തിന്നോളാം എന്നായി മാനവ്. പ്രഹരത്തിൻ്റെ ബാക്കി പത്രമായ നീലിച്ച പാടുകളുള്ള എൻ്റെ ശരീരവും മനസ്സും സന്തോഷത്തിൽ പങ്കുചേർന്നില്ല. അല്ലെങ്കിലും അയാളുടെ കണ്ണിൽ ഒരിക്കലും അവ പെട്ടു കാണില്ല.
മുറിവുകൾ കാണാതിരിക്കാനാവും ചിലപ്പോൾ ലൈറ്റ് അണയ്ക്കുന്നത്. മുറി ലോക്ക് ചെയ്തപ്പോൾ നീളം കൂടിയ ഷാളെടുത്ത് ജയദേവൻ തൻ്റെ ഒരു കൈ കട്ടിലിൽ ബന്ധിച്ചു. അയാൾ ലൈറ്റ് അണച്ച് കിടന്നു. ഞാനും. ഇടയ്ക്കിടെ മല നദിക്ക് മുകളിൽ കയറുമോ എന്ന പേടിയിൽ ഞാൻ പലതവണ ഉണർന്നു. ജയദേവൻ ഉണർന്നും ഉറങ്ങിയും കിടന്നു. അയാൾ എന്നെ ഉപദ്രവിക്കാതിരുന്ന ആദ്യ ദിവസം. എന്തിനാവും കൈകൾ കെട്ടി ഉറങ്ങിയതെന്ന് എനിക്ക് നന്നായി ഊഹിക്കാം. ഒരു മാപ്പ് പറച്ചിലോ കുറ്റബോധമോ ജയദേവനിൽ നിന്നും ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ഞാൻ വെറുതെ ആശിച്ചു. ഇല്ല, എൻ്റെ മുന്നിൽ ഒരിക്കലും തോർക്കില്ലെന്ന് ശബ്ദം ചെയ്തതാവും. എന്തൊക്കെയോ മനസ്സിൽ മിഞ്ഞുമായെന്ന കൂട്ടത്തിൽ ചെമ്പരത്തിക്കാടുകൾ നിറഞ്ഞു. ഒരിക്കലും കാണാത്ത കേൾക്കാത്ത അപരിചിതനായ മഠത്തിൽ മഹേന്ദ്രൻ്റെ കാപ്പിപ്പൊടി കണ്ണിൽ കുറച്ചു നേരം ഉറങ്ങാൻ ആഗ്രഹിച്ചു. എനിക്ക് മുൻപേ ജയദേവൻ എഴുന്നേറ്റു. ജയേച്ചി ചായ ഉണ്ടാക്കി. കല്യാണക്കുട്ടിയമ്മയും വന്ന് രണ്ടാളും കൂടി അടുക്കള പണി തുടങ്ങി. മോഹനൻ എപ്പോഴാണ് വരുന്ന ജയെ? ഇടയ്ക്ക് കല്യാണക്കുട്ടിയമ്മ ചോദിച്ചു. ഇതുവരെ ലീവൊന്നും ശരിയായില്ലമ്മേ. ജയേച്ചി പറഞ്ഞു നിർത്തിയതും മിക്സി തിരിച്ചു. അതിനൊപ്പം അവരുടെ മനസ്സും എന്തൊക്കെയോ ഓർത്ത് കറങ്ങി. കുട്ടികൾ രണ്ടും എഴുന്നേറ്റ് വന്നു. പല്ല് തേക്ക്, കുളിക്ക്, റെഡിയാവൂ, നമുക്ക് പോവണ്ടേ എന്നൊക്കെ പിന്നാലെ നടന്ന് ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് കൂടി അമ്മേ പ്ലീസ്, മാനവ് കെഞ്ചി. ഒന്ന് സപ്പോർട്ട് ചെയ്യൂ എന്ന ഭാവത്തിൽ മാനസിനെ പിച്ചി. അവനും ഏറ്റുപാടി. ഇന്ന് കൂടി അമ്മേ പ്ലീസ്. പറ്റില്ല, ഇന്നലത്തെ ക്ലാസ് പോയി. അതിൻ്റെ നോട്ട്സ് തന്നെയുണ്ട് ഇനിയും എഴുതാൻ. ഇന്നത്തെയും കൂടിയായാൽ പറ്റില്ല, ജയേച്ചി തറപ്പിച്ച് പറഞ്ഞു. മാനവ് എന്നെ നോക്കി. ചേച്ചി ഇന്ന് കൂടി പ്ലീസ്, ഞാനും പറഞ്ഞു. പൈസ എത്ര കൊടുത്ത് ചേർത്തതാ? മോഹനേട്ടൻ ചീത്ത പറയുന്നതി. ചേച്ചി അത് പറഞ്ഞപ്പോൾ മാനസ് വീണ്ടും സോഫയ്ക്ക് പിന്നിൽ പോയിരുന്നു. ചേച്ചി അവനെ പിടിച്ചു കൊണ്ടുവന്നു. അവസാനത്തെ വാക്കായി മാനവ് പറഞ്ഞു. അമ്മ, ഞാൻ ഹോംവർക്ക് ചെയ്തോളാം. ഞാൻ മടി കാണിക്കാതെ എല്ലാ നോട്ട്സും ഫിനിഷ് ചെയ്യും, പ്രോമിസ്. കൂടെ കൂടാൻ മാനസിനെ ഒന്നുകൂടെ പിച്ചി. അവനും ഏറ്റു പറഞ്ഞു. പ്രോമിസ് അമ്മ, പ്രോമിസ്. ചേച്ചിയുടെ ചിരി കണ്ടാൽ അറിയാം വീണുവെന്ന്. പിള്ളേർ ഒരിക്കലും പ്രോമിസ് ബ്രേക്ക് ചെയ്യില്ല. രണ്ടുപേരും തല പൊട്ടിത്തെറിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പാത്തു ചേച്ചിയും കണ്ണേട്ടനും സ്കൂളിൽ പോകും, കല്യാണക്കുട്ടിയമ്മ കമൻറ്റ് ചെയ്തു. ഞങ്ങൾ കളിച്ചോളാം അമ്മേ. ശാന്തമ്മ ഇന്നലെ കളിക്കാനേ സമ്മതിച്ചില്ല. ഇത് കേട്ട പാടെ അമ്മമ്മയും സൈലൻ്റായി. മിഷൻ വിജയിച്ച ഭാവത്തിൽ രണ്ടാളും പൂന്തോട്ടത്തിൽ കളിക്കാൻ തുടങ്ങി. അടിച്ചുവാരലും തറത്തുടക്കലും തുണി അലക്കലും തീർത്ത് ഞാൻ പൂന്തോട്ടത്തിലിരുന്നു. മഹേന്ദ്രൻ്റെ മുഖപുസ്തകം പരിശോധിച്ചു. ഇന്ന് ജന്മദിനമാണ്. ആരൊക്കെയോ ആശംസകൾ അറിയിച്ചിരിക്കുന്നു. ഒരു മെസ്സേജ് അയക്കാൻ കാരണം തിരഞ്ഞു നടന്ന ഞാനേറെ സന്തോഷിച്ചു. ഹാപ്പി ബർത്ത്ഡേ, ജന്മദിനാശംസകൾ, ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഈ ജന്മദിനം സന്തോഷത്തിൻ്റേത് മാത്രമാവട്ടെ. ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. എനിക്കറിയാവുന്ന ആശംസകളെല്ലാം എഴുതി. പിന്നീട് വായിച്ചു. എല്ലാവരെയും പോലെ എഴുതിയാൽ മതിയോ എനിക്ക്? എൻ്റെ വാക്കുകളിൽ ഞാനും ഉണ്ടാവണ്ടേ? ഒരുപാട് ചിന്തിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു വാചകം എഴുതാൻ തോന്നിയത്. എൻ്റെ ചെമ്പരത്തിക്കാടിൻ്റെ ഉടമയ്ക്ക് ജന്മദിനാശംസകൾ. അയക്കുന്നതിന് മുമ്പായി വാചകത്തിലെ എൻ്റെ ഞാൻ മനഃപൂർവ്വം വായിച്ചു കളഞ്ഞു. മെസ്സേജ് പറന്നു കാണും. അത് മഠത്തിൽ മഹേന്ദ്രൻ്റെ ഫോണിൽ തലയും കുത്തി വീണ് കാണും. ഞാൻ ആ വൃത്തത്തിനുള്ളിലെ എഴുത്തുകാരനെ സ്ക്രീൻ മുഴുവൻ ചുറ്റിച്ച് കാണിക്കുകയായിരുന്നു. മാമീനെ കാണാൻ ആരോ വന്നേക്ക്. വിമാനം പറത്തി മാനവ് വന്നു പറഞ്ഞു. അപ്പച്ചയാവുമെന്ന ധാരണയിലാണ് ഞാൻ ചെന്നത്. ഞാൻ അറിയാത്ത ഏതോ ഒരു സ്ത്രീ കോലയിൽ നിൽപ്പുണ്ട്. ശാന്തമ്മയോളം വയസ്സുണ്ടാവും. നന്നായി വിയർത്തിട്ടുണ്ട്. മെലിഞ്ഞൊട്ടിയ അവർ എന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ആരാ? മനസ്സിലായില്ലല്ലോ. മറുപടി പറയും മുമ്പേ അവരെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ സ്ത്രീയുടെ വിയർപ്പ് മണം എന്നെ അസ്വസ്ഥയാക്കി. അപ്പച്ചിയല്ലാതെ ആരും എന്നെ കെട്ടിപ്പിടിച്ചിട്ടില്ലായിരുന്നു. വാടാമല്ലി കളറുള്ള സാരിത്തുമ്പ് കൊണ്ടവർ കണ്ണു തുറച്ചു. കണ്ണാടി വയ്ക്കാൻ മറന്നു. അല്ലെങ്കിൽ ഇത്തിരി കൂടി തെളിച്ചത്തിൽ മോളെ കാണാമായിരുന്നു. ജയേച്ചിയും കല്യാണക്കുട്ടിയമ്മയും വന്നപ്പോൾ അവർ സ്വയം പരിചയപ്പെടുത്തി. എന്നെ ആർക്കും അറിയില്ല, പക്ഷേ എനിക്ക് നദിമോളെ അറിയാം. ഞാൻ നദിമോളുടെ അച്ഛൻ്റെ ഭാര്യയാണ്. ഞാൻ ഞെട്ടലോടെ അവരെ നോക്കി. അവർ കരയുകയാണ്. എൻ്റെ അച്ഛൻ്റെ ഭാര്യ വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വന്നിരിക്കുന്നു. അമ്മ പലപ്പോഴും പറയാറുള്ള വശീകരണ മന്ത്രം കൊണ്ട് മയക്കിയെടുത്ത ആ സ്ത്രീയെ ഞാൻ ആദ്യമായി കാണുകയാണ്. ഇപ്പോൾ എനിക്ക് ആരിലും ഒരു കുറ്റവും കണ്ടെത്താനില്ലല്ലോ. അവരുടെ മോളെ വിളിയിലോ കെട്ടിപ്പിടുത്തത്തിലോ അലിയാനാവാതെ ഞാൻ പകച്ചു നിന്നു. മോളെക്കുറിച്ചുള്ള ദണ്ണമേയുള്ളൂ. അപ്പോഴും ഇപ്പോഴും. പ്രസാദ് മരിച്ചപ്പോൾ തളർന്ന മനുഷ്യനാ. ചെറിയ ചെറിയ പണിക്കൊക്കെ പോയി കുടുംബം നോക്കിയിരുന്നതാ. കിടപ്പിലായിട്ട് മാസങ്ങളായി. പ്രകാശനൊക്കെ വലുതായല്ലോ. എന്നാലും ഒന്നും ഇങ്ങോട്ട് ചോദിക്കൂല. ആദ്യമായിട്ട് എന്നോട് ഒന്നേ ചോദിച്ചുള്ളൂ, നദിയെ ഒറ്റ പ്രാവശ്യം കാണണമെന്ന്. അവർ വീണ്ടും സാരി തലപ്പിനാൽ മൂക്ക് പിഴിഞ്ഞു. മോൾക്ക് തീരാത്ത ദേഷ്യം ഉണ്ടാവുമെന്നറിയാം. മരിക്കാൻ കിടക്കണ മനുഷ്യൻ്റെ അവസാന ആഗ്രഹമായി കണ്ടാൽ മതി. എണീറ്റ് വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു. മോള് വരണം, അച്ഛനെ കാണണം. എന്താണ് പറയേണ്ടതെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഞാൻ. അച്ഛൻ കുടുംബത്തിൻ്റെ അടിത്തറ ഇളകിപ്പോയ നാൾ മുതൽ ഇന്ന് വരെ കേൾക്കേണ്ടി വന്ന പരിഹാസങ്ങൾ. വാതിൽ ചാരി ഭാരമുള്ള കസേരയും തലയണയ്ക്ക് താഴെയൊരു അരിവാളും വച്ചു ഉറങ്ങേണ്ടി വന്ന രാത്രികൾ. പാവട കുടുക്കഴിച്ച കൈകൾ. കല്യാണത്തിന് കൈപ്പിടിച്ച് കൊടുക്കാൻ ആളില്ലാതെ വിഷമിക്കേണ്ടി വന്നത്.
ജയദേവൻ്റെ കുടുംബത്തിൽ നിന്നും കേൾക്കേണ്ടി വന്ന അപമാനങ്ങൾ എല്ലാം മനസ്സിൽ തിരക്കണക്കെ വന്നലച്ചു. പാഞ്ഞു വരുന്ന കള്ളുമണമുള്ള അച്ഛൻ്റെ മുഖം. നീ എൻ്റെ മോനെ കൊന്നുവല്ലടി എന്ന് പറഞ്ഞു കരഞ്ഞ അച്ഛൻ്റെ ഷർട്ടിൽ ഒലിച്ചിറങ്ങിയ തുപ്പൽ. മോള് വരൂലേ? മോനോട് ഞാൻ പറയാം, ഒന്ന് വിളിക്കാമോ? കല്യാൺകുട്ടിയമ്മ അവരെ സമാധാനപ്പെടുത്തി. ഞാൻ പറഞ്ഞയക്കാം, നിങ്ങൾ വിഷമിക്കല്ലേ. ജയേച്ചി അവർക്ക് ചായയുമായി വന്നു. ഊണിന് സമയമായല്ലോ, കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് കല്യാണിക്കുട്ടിയമ്മ അകത്തേക്ക് ക്ഷണിച്ചു. അവരെന്നെ നോക്കി വിലാസം പറഞ്ഞു തന്നു. എൻ്റെ നിൽപ്പ് കണ്ടിട്ടോ എന്തോ ജയേച്ചി ഇത് കുറിച്ചെടുത്തു. ചായ പോലും കുടിക്കാതെ നടന്നു നീങ്ങുന്ന അവരെ നോക്കി ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. തുടരും.